ഫീഡ് ഫുട്ബോളിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നാഷൻസ് ലീഗിൻ്റെ സെമി ഫൈനലിലെ സ്പെയിൻ വേഴ്സസ് ഫ്രാൻസ് മത്സരത്തെക്കുറിച്ചാണ്. ജർമ്മനിയിലെ സ്റ്റുട്ട്ഗാർട്ടിൽ വെച്ച് നടന്ന മത്സരം ടെലഫിയൻറ്റയുടെ സ്പെയിന് 5-4 എന്നുള്ള സ്കോറിന് വിജയിക്കുന്നതാണ് നമ്മൾ കണ്ടത്. ഷോംസിൻ്റെ ഫ്രാൻസിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് നാഷൻസ് ലീഗിൻ്റെ ഫൈനലിലേക്ക് എത്തിയിരിക്കുകയാണ് സ്പെയിൻ ഇനി ഫൈനലിൽ ഏറ്റുമുട്ടാൻ പോകുന്നത് റോബർട്ടോ മാർട്ടിനസിൻ്റെ ബോബി മാർട്ടിനസിൻ്റെ പോർച്ചുഗലിനെയാണ്. അപ്പോൾ ഇത് സ്പെയിനിനെ സംബന്ധിച്ചിടത്തോളം അവർ ഓൾറെഡി കറണ്ട് ചാമ്പ്യന്മാരാണ്. നാഷൻസ് ലീഗിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ അതേപോലെ തന്നെ യൂറോ ചാമ്പ്യന്മാരും ആണെന്നുള്ളത് നമുക്കറിയുന്നതാണ്. ഓൾറെഡി പോർച്ചുഗൽ ആണെങ്കിൽ നാഷണൽ ലീഗിൻ്റെ ഫസ്റ്റ് എഡിഷൻ ചാമ്പ്യന്മാരായിട്ടുള്ളവരാണ്. അപ്പോൾ ആര് ജയിച്ചു കഴിഞ്ഞാലും അത് അവരുടെ രണ്ടാമത്തെ കിരീടമായിരിക്കും. സ്പെയിനെ സംബന്ധിച്ചിടത്തോളം ബാക്ക് ടു ബാക്ക് നാഷൻസ് ലീഗ് കിരീടം സ്വന്തമാക്കാനുള്ള അവസരമാണ് അവരുടെ മുമ്പിലുള്ളത്. എന്തായാലും നമുക്ക് ഞായറാഴ്ചയൊക്കെ കാത്തിരിക്കാം. ആ കളി ഒരു എക്സൈറ്റിംഗ് സംഭവം തന്നെ ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും. കാരണം വെച്ചാൽ കുറേ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മാച്ചപ്പുകളുണ്ട്. ഇതിൽ തന്നെ ലമീൻ യമാൽ വേഴ്സസ് ന്യൂനോ മെൻഡസ് ബാറ്റിൽ നമുക്ക് ആ ഒരു സൈഡിൽ കാണാൻ പറ്റും. അതേപോലെ തന്നെ ക്രിസ്ത്യാനോ റൊണാൾഡോ വേഴ്സസ് സ്പെയിനിൻ്റെ ഡിഫൻസ് കുറേ ഗോളുകൾ ലീക്ക് ചെയ്യുന്നതാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്രധാനമായിട്ടും മിഡ്ഫീൽഡിൽ നമുക്ക് വിറ്റീനിയ വേഴ്സസ് പെഡ്രി ബാറ്റിൽ കാണാൻ സാധിക്കും. അതിനായിട്ടാണ് ഞാൻ മെയിനായിട്ട് കാത്തിരിക്കുന്നത്. അങ്ങനെ വേറെയും കുറേ മാച്ചപ്പുകളുണ്ട്. എന്തായാലും അതൊരു ഇൻട്രസ്റ്റിംഗ് സ്പെക്ടക്കിൾ തന്നെയായിരിക്കും എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്ത് സംഭവിക്കുന്നത് കാത്തിരുന്ന് കാണാം. പക്ഷെ നമ്മൾ ഈ കളിയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അതിലെ ഒരു ഘട്ടം നോക്കിക്കഴിഞ്ഞാൽ 4-0 എന്നുള്ള സ്കോർ ലൈൻ സ്പെയിൻ ലീഡ് എടുത്തിരിക്കുകയായിരുന്നു. മത്സരത്തിന് 56 മിനിറ്റ് കഴിഞ്ഞപ്പോൾ 4-0 എന്നുള്ള ലീഡ്. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ അതൊരു വല്ലാത്ത രീതിയിലൊരു ഹ്യൂമിലിയേഷൻ, ഒരു എംബാരസ്മെൻറ്റ്, ഒരു നാണം കെട്ട പരാജയത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു ഫ്രഞ്ച് പട. പക്ഷേ പിന്നീട് മത്സരം 5-1 എന്നാൽ മത്സരം അവസാനിക്കുന്ന സാഹചര്യത്തിൽ 5-4 എന്നുള്ള സ്കോർ ലൈനിലേക്ക് ആ മത്സരം മാറ്റിയെടുക്കാൻ ഫ്രാൻസിന് സാധിച്ചു. അതോടുകൂടി എന്താണ് ആ ഒരു ഹ്യൂമിലിയേഷൻ എന്നുള്ള രീതിയിൽ നിന്നും ഒരു പരാജയം എന്നുള്ള രീതിയിലേക്ക് മത്സരത്തെ മാറ്റിമറിക്കാൻ അവർക്ക് സാധിച്ചിരുന്നു. അവരുടെ ആ ഒരു ഫൈറ്റ് ബാക്ക് വളരെ ഇംപ്രസീവായിരുന്നു എന്നുള്ള കാര്യം നമ്മൾ എടുത്തു പറയേണ്ട സംഭവം തന്നെയാണ്. അപ്പോൾ അതെങ്ങനെ സംഭവിച്ചു, കളിയുടെ ഗതി എങ്ങനെയാണ് മാറിയത്, അതേപോലെ തന്നെ ടാക്റ്റിക്കലി എന്തൊക്കെയായിരുന്നു സംസാരിക്കേണ്ടതായിട്ടുള്ളത്, ചേഞ്ചസിനെ കുറിച്ച് സംസാരിക്കേണ്ടതായിട്ടുണ്ട്, അങ്ങനെ ഗോളുകൾ വന്ന വഴിയെക്കുറിച്ച് സംസാരിക്കണം, 9 ഗോളുകളെക്കുറിച്ച് സംസാരിക്കേണ്ടതായിട്ടുണ്ടെന്നുള്ള കാര്യം ഓർക്കണം. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ കാര്യത്തിലേക്ക് കിടക്കാം. പക്ഷേ അതിന് മുമ്പ് എനിക്ക് ചോദിക്കാനുള്ളത്, ഈ കളി കണ്ടതിന് ശേഷം ഏറ്റവും കൂടുതൽ ഹാപ്പി ആയിട്ടുണ്ടാകുന്ന ഫാൻസ് ആരായിരിക്കും എന്നുള്ളതാണ്. ഏത് ക്ലബിൻ്റെ ആരാധകരായിരിക്കും ഏറ്റവും കൂടുതൽ മനസ്സ് നിറഞ്ഞിട്ടുണ്ടാവുക? എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ വിചാരിക്കുന്നത് ബാഴ്സലോണയുടെ ആരാധകർ തന്നെയായിരിക്കും എന്നുള്ളത് തന്നെയാണ്. കാരണം വെച്ചാൽ അവരുടെ ക്ലബ്ബ് എന്തായാലും ക്ലബ് വേൾഡ് കപ്പ് കളിക്കുന്നില്ല. അപ്പോൾ റെസ്റ്റാണ്. ഈ ട്രാൻസ്ഫർ വിൻഡോയിൽ ട്രാൻസ്ഫറിൻ്റെ കാര്യങ്ങൾ നോക്കിയിരിക്കുകയാണ്. അതാണിപ്പോൾ പരിപാടിയുള്ളത്. ആരൊക്കെ സൈൻ ചെയ്യും, എന്താണ് ഫൈനാൻഷ്യൽ സിറ്റുവേഷൻ, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഇങ്ങനെ ആലോചിച്ചിരിക്കുകയാണ്. പിന്നെ ഇനിയിപ്പോൾ ആ ഒരു പ്രീ സീസണൊക്കെ തുടങ്ങണം അവർക്ക് അവരുടെ ക്ലബിൻ്റെ കളി വീണ്ടും കാണാനായിട്ട്. പക്ഷേ അവർക്ക് അവരുടെ ലമീൻ യമാലിനെയും പെഡ്രിയെയും ഒക്കെ വീണ്ടും കാണാൻ കിട്ടിയിട്ടുള്ള ഒരു അവസരമായിരുന്നു. അവർ എന്തായാലും അത് നന്നായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ടാകും. കാരണം വെച്ചാൽ ലമീൻ യമാൽ ഒരു രക്ഷയുണ്ടായിരുന്നില്ല എന്നുള്ളത് തന്നെയാണ്. പെഡ്രിയുടെ ആ ഒരു ഗോളോ, പെഡ്രിയുടെ ആ ഗോളിലുള്ള അദ്ദേഹത്തിൻ്റെ ഓവറോൾ ഇൻവോൾവ്മെൻറ്റോ, എൻ്റെ പൊന്നോ, അതൊക്കെ കണ്ടിട്ട് ഇങ്ങനെ സന്തോഷത്തോടെ ഇരിക്കുകയായിരിക്കും ബാഴ്സലോണയുടെ ആരാധകർ എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവരായിരിക്കും ഏറ്റവും സാറ്റിസ്ഫൈഡ് എന്നുള്ളതാണ്. അത് എൻ്റെ ഒരു കാഴ്ചപ്പാടാണ്. വേറെയും ഉണ്ട്. ഇപ്പോൾ റയൽ മാഡ്രിഡിൻ്റെ ആരാധകരോളം എംബാപ്പയുടെ കളി വീണ്ടും കാണാൻ സാധിച്ചിരിക്കുകയാണ്. എംബാപ്പെ മോശമില്ലാത്ത രീതിയിൽ പ്രകടനം കാഴ്ചവെച്ചിട്ട് അദ്ദേഹം ഒരു പെനാൽറ്റി ഗോളൊക്കെ അടിച്ചിട്ടുണ്ട്. പിന്നെന്താണ്, ഹൗസൻ സ്പെയിനിൻ്റെ ഡിഫൻസിൽ റയൽ മാഡ്രിഡിൻ്റെ പുതിയ സൈനിങ് നല്ല രീതിയിലൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. ശരിയാണ്, മത്സരത്തിൽ 9 ഗോളുകൾ പറഞ്ഞിട്ടുള്ളൊരു മത്സരമാണ്. ഡിഫൻസ് 2 സൈഡിൻ്റേതും പ്രശ്നം തന്നെയായിരുന്നു. പക്ഷേ സ്റ്റിൽ ഹൗസിൻ്റെ ഒക്കെ ബോൾ ക്യാരിയിങ് എബിലിറ്റി, അദ്ദേഹത്തിൻ്റെ പാസിങ് എബിലിറ്റി, അതൊക്കെ കണ്ടിട്ടൊരു ഗ്ലിംസ് വീണ്ടും കിട്ടിയിരിക്കുകയാണ്. ഇനിയിപ്പോൾ അഥവാ അദ്ദേഹത്തിൻ്റെ കളി കാണാത്ത റയൽ മാഡ്രിഡിൻ്റെ ആരാധകരുണ്ടെങ്കിൽ തന്നെ, നമ്മൾ ഓൾറെഡി ബോൺമൗത്തിലൊക്കെ ഇരിക്കുമ്പോൾ ചെങ്ങായുടെ കളി കണ്ടിട്ട് മാത്രമല്ല, അദ്ദേഹം റോമയിലിരിക്കുമ്പോൾ ആരാണ് ചെങ്ങായിക്ക് ഒരു സീനിയർ ഡെബ്യൂ കൊടുക്കുന്നത് വെച്ചാൽ അത് നമ്മുടെ ജോസെ മൊറീനോയാണ്. ജോസെ മൊറീനോയ്ക്ക് ശേഷം അദ്ദേഹത്തെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്, ഇതൊരു സ്പെഷ്യൽ കിഡാണെന്നുള്ള രീതിയിൽ. അപ്പോൾ ആ രീതിയിലൊരു സ്പെഷ്യൽ കിഡ് തന്നെയാണ് ഹൗസൻ ഒരു ഇൻക്രെഡിബിൾ ഗോൾ അടിച്ചു എന്നാണ് നമ്മൾ കരുതിയിട്ടായിരുന്നു കേട്ടോ. പക്ഷേ അത് ഓഫ് സൈഡ് ആയിപ്പോയി. അത് ഓഫ് സൈഡ് ആയില്ലായിരുന്നെങ്കിലുണ്ടല്ലോ അതൊരു വേൾഡ് ക്ലാസ് ഗോളായിപ്പോയി. അമ്മാതിരി ഒരു ഫ്രീ കിക്ക് സെറ്റപ്പായിരുന്നു സ്പാനിഷ് ടീമിൻ്റെ ഭാഗത്ത് നമ്മൾ കണ്ടായിരുന്നു. അപ്പോൾ ആ രീതിയിൽ റയൽ മാഡ്രിഡ് ആരാധകർ ഹാപ്പി ആയിരിക്കും. പിന്നെന്താണ്, PSG ഫാൻസിനെ സംബന്ധിച്ചിടത്തോളം ഓൾറെഡി അവർ ചാമ്പ്യൻസ് ലീഗൊക്കെ ഇങ്ങനെ ജയിക്കുന്നതൊക്കെ കണ്ട് അതിൻ്റെ ആ ഒരു മത്തിലിപ്പോഴും ഇരിക്കുകയാണ്. അപ്പോൾ ഡെസിരി ഡുവെ കളിക്കുന്നതും ഡെംബേലെ കളിക്കുന്നതൊക്കെ അവർ കണ്ടു. പക്ഷേ അവർക്കൊന്നും വലിയ രീതിയിലുള്ള ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സാധിച്ചില്ല. പക്ഷേ സ്റ്റിൽ അവർ ഇതൊന്നും വലിയ തോതിൽ ബോധർ ചെയ്യുന്നുണ്ടായിരിക്കില്ല. പിന്നെ എന്താണ്, മാൻ സിറ്റി ഫാൻസ് ശരിക്കും എക്സൈറ്റഡ് ആയിരിക്കും. ചെറുക്കി എപ്പോഴാണ് വരിക, ചെറുക്കി എന്നാ വരിക, ചെറുക്കിന് എന്താ സൈൻ ചെയ്യാത്തത്, 30 മില്യൺ എന്നൊക്കെ ചോദിച്ചിട്ട് അത് പെട്ടെന്ന് കൊടുത്തിട്ട് സെറ്റാക്കി കൂടെ, ഇനി 35 ആണെങ്കിൽ 40 ആണെങ്കിൽ അതൊന്ന് കൊടുത്ത് കൊണ്ടുപോവുക എന്നുള്ള രീതിയിലായിരിക്കും അവരിരിക്കുന്നത്. കാരണം വെച്ചാൽ ചെറുക്കി തൻ്റെ ആ ഒരു സീനിയർ ഡെബ്യൂ മത്സരമായിരുന്നു. ബെഞ്ചിൽ നിന്ന് വന്നിട്ട് ഒരു വല്ലാത്തൊരു ക്യാമിയോ, ഒരു അരമണിക്കൂറിൻ്റെ ക്യാമിയോ, അതിൽ കളി അങ്ങോട്ട് മാറ്റി മറിക്കും നമുക്ക് കാണാൻ സാധിച്ചു. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ നമുക്ക് സംസാരിക്കണം. അപ്പോൾ മാൻ സിറ്റി ഫാൻസ് ഹാപ്പി ആയിരിക്കും.
അപ്പോൾ അതാണ് ഇവരൊക്കെ ഹാപ്പി ആയിരിക്കും തന്നെയാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. പിന്നെ വേറെയും ആരാധകർ ഹാപ്പി ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കേട്ടോ. പിന്നെന്താ, ഈ നീക്കോ വില്യംസിനെ കുറിച്ചിട്ടും ആളുകളും ചിന്തിക്കുന്നത് എവിടേക്കാണ് ചങ്ങായി പോകുന്നത്, ഇപ്പോൾ ക്ലബ്ബത്തിലേക്ക് ഒന്ന് തുടരുമോ എന്നുള്ളത്. കാരണം നീക്കോ വില്യംസ് ഒരു എക്സെപ്ഷണൽ വിങ്ങറാണെന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. ശരിയാണ്, ക്ലബ് അത്ലറ്റിക്കിന് വേണ്ടിയിട്ട് കാര്യമായിട്ടുള്ള എന്താ പറയുക ഔട്ട്പുട്ട് കഴിഞ്ഞ ദിവസത്തിൽ ചങ്ങായി കൊടുത്തിട്ടില്ല. പക്ഷേ ബെറ്റർ പ്ലെയേഴ്സ് അദ്ദേഹത്തിൻ്റെ കൂടെ അദ്ദേഹത്തിൻ്റെ ചുറ്റിലുണ്ടെങ്കിൽ അദ്ദേഹം എന്തായാലും കൂടുതൽ ഇമ്പാക്റ്റ് ഉണ്ടാകും, കൂടുതൽ ഔട്ട്പുട്ട് പ്രൊവൈഡ് ചെയ്യും. കാരണം വെച്ചാൽ ഒരു എക്സെപ്ഷണൽ വിങ്ങറാണ്, എക്സെപ്ഷണൽ വിങ്ങർ. നമുക്കറിയാം ഇനി മത്സരത്തിൻ്റെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഫ്രാൻസ് ടീമിൽ ഡിഫെൻസീവ് ഇഞ്ചുറി പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുള്ളത്. പതിനാട്ടോടൊപ്പം ലോങ്ലിയാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ലോങ്ലി വളരെ ആവറേജ് ആയിട്ടുള്ളൊരു ഡിഫൻഡറാണ്, നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. അപ്പോൾ അത് ഒരു പ്രശ്നമായിരിക്കും എന്നുള്ളൊരു തോന്നൽ ഈവൻ ലൈനപ്പ് കണ്ടപ്പോൾ തന്നെ നമുക്കെല്ലാവർക്കും പിന്നെ തോന്നിയിട്ടുള്ള സംഭവമാണ്. അപ്പോൾ പിന്നെ ആരാണ് ലെഫ്റ്റ് ബാക്കായിട്ട് തിയോ ഹെർണാണ്ടസ്, റൈറ്റ് ബാക്കായിട്ട് കലൂലു സെൻറ്റർ ബാക്കായിട്ടും റൈറ്റ് ബാക്കായിട്ട് കളിക്കാൻ പറ്റുന്ന തരത്തിലുള്ള പ്ലെയറാണ്. പക്ഷേ ചെങ്ങാനെയാണ് റൈറ്റ് ബാക്കായിട്ട് കളിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ഗുസ്തൊക്കെ ബെഞ്ചിലായിരുന്നു ആ കാര്യം ഓർക്കേണ്ടതായിരുന്നു. അപ്പോൾ ഇവിടെ എന്ത് സംഭവിച്ചെന്ന് വെച്ചാൽ ഇപ്പോൾ കൂണ്ടിയൊക്കെ ഇഞ്ചുറി മൂലം ഇരിക്കുന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ കൂണ്ടിയൊക്കെ ആണെങ്കിൽ അവിടെ എന്തായാലും സ്റ്റാർട്ട് ചെയ്യുന്ന തരത്തിലുള്ള പ്ലെയറാണ്. അപ്പോൾ അങ്ങനെ ഒരു ഡിഫൻസ് വെച്ചിട്ടാണ് ഫ്രാൻസ് മത്സരം തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. പിന്നെ മിഡ്ഫീൽഡിലേക്ക് പോയി കഴിഞ്ഞാൽ റാബിയോ വീണ്ടും സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ഡെഷോംസ് ആണെങ്കിൽ ഈ റാബിയോയിൽ വല്ലാത്ത രീതിയിൽ ഒബ്സസ്ഡ് ആണ്. കമ്മിങ്ങയും ചൊമേനി ഒന്നും ഇല്ല, അത് വേറെ കാര്യം. പിന്നെ മനുക്കോനെ നല്ല രീതിയിൽ കളിക്കുന്ന തരത്തിലുള്ള ചങ്ങയാണ്. അപ്പോൾ ഈ രീതിയിൽ ഡബിൾ പോയിട്ടിൽ ഇവന്മാർ രണ്ടുപേരും. പിന്നെ 4 അറ്റാക്കേഴ്സിനെ വെച്ച് കളിപ്പിക്കാനുള്ള തീരുമാനം എടുത്തു. കിലിൻ എംബാപ്പെ, ഡെസീരി ഡുവേ, ഉസ്മാനിക്ക, ഒപ്പം ഒലീസെ, 4 പേരെയും കളിപ്പിക്കുകയാണ്. അപ്പോൾ ഇവിടെ തുടക്കത്തിൽ ഫ്രാൻസ് നല്ല രീതിയിൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. സ്പെയിന് ആ മത്സരത്തിൻ്റെ ആ ഒരു സ്വഭാവം മനസ്സിലെടുക്കാനും ആ ഒരു പേസ് മനസ്സിലാക്കിയെടുക്കാനും കുറച്ച് സമയമെടുത്തു. നമ്മൾ ആ സ്പാനിഷ് സൈഡിലേക്ക് നോക്കി കഴിഞ്ഞാൽ ഉനായ് സിമോണാണ് കീപ്പറായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഫ്രാൻസിൻ്റെ കീപ്പറായിട്ട് മൈനൻ ആണെങ്കിൽ എന്താണ് ആ ഒരു ട്രാൻസ്ഫർ മാർക്കറ്റിൽ അതിൻ്റെ പേരിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയല്ലേ, ചെൽസി സൈൻ ചെയ്യാനുള്ള സാധ്യതയുണ്ടെന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. എന്തായാലും പിന്നെ സ്പാനിഷ് ഡിഫൻസിൽ ഹൗസിനും ലെനോർമാനുമാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ റൈറ്റ് ബാക്കായിട്ട് പോറോ, ലെഫ്റ്റ് ബാക്കായിട്ട് കുക്കുരയ. പിന്നെ മിഡ്ഫീൽഡിലേക്ക് പോയി കഴിഞ്ഞാൽ മിഡ്ഫീൽഡിൽ ഫാബിയൻ റൂയിസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പകരം നമ്മുടെ പെഡ്രി പോർട്ടോ, സുബിമെൻഡി ആസ്നൽ ബൗണ്ടാണെന്നുള്ളതാണ് നമ്മൾ എല്ലാവരും കേൾക്കുന്നത്. ഒപ്പം പിന്നെ മെറീനോ ആസ്നലിൻ്റെ ആസ്നൽ ഫാൻസും ഹാപ്പി ആയിരിക്കും അല്ലേ. ആസ്നൽ ഫാൻസും മെറീനോയുടെ ആ ഒരു പെർഫോമൻസ് കണ്ടിട്ട് ഹാപ്പി ആയിരിക്കും, അതേ അടിച്ച ഗോളൊക്കെ കണ്ടിട്ട് ഹാപ്പി ആയിരിക്കും എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അങ്ങനെ അതായിരുന്നു അവരുടെ മിഡ്ഫീൽഡ്. പിന്നെ ഒബ്വിയസ്ലി ഫ്രണ്ട് 3 എന്ന് പറഞ്ഞാൽ ഒയർസബാൽ സോസിഡാഡിൻ്റെ സ്ട്രൈക്കറാണ്. ഒയർസബാൽ നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടാണ്. അതിൻ്റെ ലിങ്ക് പ്ലേ ഒക്കെ ഫാന്റാസ്റ്റിക് ആയിരുന്നു, ഹോൾഡ് പ്ലേ ഫാന്റാസ്റ്റിക് ആയിരുന്നു. പിന്നെ ലെഫ്റ്റ് വിങ്ങിൽ നീക്കോ, റൈറ്റ് വിങ്ങിൽ ലമീൻ യമാൽ, ഇതായിരുന്നു സ്പെയിനിൻ്റെ ലൈനപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞ പോലെ ഫ്രാൻസ് നല്ല രീതിയിൽ കളിക്കാൻ ശ്രമിക്കുന്നു. ലമീൻ യമാലിന് അദ്ദേഹത്തിന് വിചാരിച്ച രീതിയിൽ അത്ര അങ്ങോട്ട് ബോൾ അങ്ങോട്ട് കിട്ടുന്നുണ്ടായിരുന്നു തുടക്കത്തിൽ. പക്ഷേ എപ്പോഴൊക്കെ ബോൾ കിട്ടുമ്പോഴും അദ്ദേഹം തിയോ ഹെർണാണ്ടസിന് ഒരു പ്രശ്നം സൃഷ്ടിക്കുന്നുണ്ടായിരുന്നു. ഡെസീരി ഡുവേ ആയിരുന്നു ആ വിങ്ങിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡെസീരി ഡുവേ തിയോ ഹെർണാണ്ടസിന് ഹെൽപ്പായിട്ട് താഴോട്ട് ഇറങ്ങി വരുന്നുണ്ട്. കാരണം വെച്ചാൽ ഡെവലപ്പ് ചെയ്യണം ലമീൻ യമാൽ. അത്തരത്തിലുള്ളൊരു ഫിയർ, അത്തരത്തിലുള്ളൊരു റെസ്പെക്റ്റ് ഇപ്പോൾ പ്ലേയേഴ്സിൻ്റെ അടുത്തുനിന്ന് അല്ലെങ്കിൽ ഡിഫൻഡേഴ്സിൻ്റെ അടുത്തുനിന്ന് മേടിച്ച് വെച്ചിട്ടുണ്ട് ഓൾറെഡി. 18 വയസ്സ് ഇപ്പോഴും ആയിട്ടില്ല. ഞാൻ ആ ഒരു ക്ലീഷേ ഡയലോഗ് പറയാൻ ഉദ്ദേശിക്കുന്നില്ല എന്നുള്ളതാണ്. ഞാൻ മാക്സിമം അദ്ദേഹത്തിൻ്റെ പ്രായത്തെക്കുറിച്ച് സംസാരിക്കാതിരിക്കാനാണ് ശ്രമിക്കുന്നത്. കാരണം വെച്ചാൽ പ്രായത്തിനനുസരിച്ചുള്ള കളിയല്ല ചങ്ങായി കളിച്ചുകൊണ്ടിരിക്കുന്നത്, വേറെ ലെവൽ ഫുട്ബോളാണ് ചങ്ങായി പ്രദർശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ഫിയർ ഫാക്ടർ ചങ്ങായി ഓൾറെഡി ബിൽഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് കാണാനും സാധിക്കുന്നുണ്ട് ഈ ഡിഫൻഡർമാരൊക്കെ അദ്ദേഹത്തെ ഡിഫെൻഡ് ചെയ്യുമ്പോൾ. കാരണം അങ്ങോട്ട് അഗ്രസീവായിട്ട് അങ്ങോട്ട് പോകുന്നില്ല, വെയിറ്റ് ചെയ്യാണ്, അദ്ദേഹത്തിൻ്റെ മൂവ്മെൻറ്റിനായിട്ട് വെയിറ്റ് ചെയ്യാണ്, എന്നിട്ട് ഡിഫെൻഡ് ചെയ്യാനായിട്ട്. നമുക്കറിയാം അദ്ദേഹം ഹെവിലി ലെഫ്റ്റ് ഫുട്ടഡ് ആയിട്ടുള്ള ഒരു പ്ലെയറാണ് സോ ഫാർ. അദ്ദേഹത്തിൻ്റെ ആ ഒരു വീക്കർ റൈറ്റ് ഫുട്ട് കൊണ്ടുള്ള കാര്യങ്ങൾ അദ്ദേഹം ചിലപ്പോൾ ഇമ്പ്രൂവ് ചെയ്യുമായിരിക്കും. പക്ഷേ സോ ഫാർ അദ്ദേഹം ഹെവിലി ലെഫ്റ്റ് ഫുട്ടറാണ്. അദ്ദേഹത്തിൻ്റെ ആ ഒരു കട്ട് ഇൻസൈഡ് പരിപാടിയാണ് ഏറ്റവും കൂടുതൽ അദ്ദേഹം ചെയ്യാൻ ശ്രമിക്കുക. പക്ഷേ നമുക്കറിയാം അദ്ദേഹം അതാണ് ചെയ്യാൻ പോകുന്നത്, ഡിഫൻഡേഴ്സിനും അറിയാം അദ്ദേഹം അതാണ് ചെയ്യാൻ പോകുന്നത്. പക്ഷേ എന്നിട്ട് അത് തടുക്കാൻ പറ്റുന്നുണ്ടോ? ഇല്ല. പക്ഷേ ആളൊരു എക്സെപ്ഷണൽ ക്രിയേറ്റർ കൂടിയാണെന്നുള്ള കാര്യം ഓർക്കേണ്ടതാണ്. എപ്പോഴും ചിലപ്പോൾ കട്ട് ഇൻസൈഡ് ചെയ്തൊന്നും വരില്ല, അദ്ദേഹം ആ ഒരു പാസിനുള്ള ശ്രമം നടത്തും. അതിൽ തന്നെ ട്രിവേല സാധനങ്ങൾക്കുള്ള ശ്രമം നടത്തും. അപ്പോൾ അതൊക്കെ എന്ന് പറഞ്ഞാൽ വെറുതെ ചെയ്യുന്നല്ല, അതിനൊക്കെ ഒരു കാരണമുണ്ട്, ഒരു കോസ് ഉണ്ട്. അത്തരത്തിലുള്ളൊരു ഫുട്ബോളറാണ് ലമീൻ യമാൽ. ലമീൻ യമാലിൻ്റെ ആ ഒരു സ്പെയിൻ കുപ്പായത്തിലെ വൺ ഓഫ് ദി ബെസ്റ്റ് പെർഫോമൻസാണ് നമ്മൾ ആ മത്സരത്തിൽ കണ്ടിട്ടുണ്ടായിരുന്നത്. മാത്രമല്ല ബിഗ് ഒക്കേഷൻസിൽ സ്റ്റെപ്പ് അപ്പ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ലമീനെ സംബന്ധിച്ചിടത്തോളം എന്താ പറയുക, ആളിപ്പോൾ അതൊരു നോമാക്കി മാറ്റിയിരിക്കുകയാണ്. വളരെ നോർമലായിട്ടുള്ളൊരു സംഭവമായിട്ട് മാറ്റിയിരിക്കുകയാണ്. നമുക്കറിയാം അത് അത്ര എളുപ്പമുള്ളൊരു കാര്യമേ അല്ല എന്നുള്ളത്. അതിപ്പോൾ യൂറോ ആണെങ്കിലും ബിഗ് ചാമ്പ്യൻസ് ലീഗ് രാത്രികളാണെങ്കിലും എൽ ക്ലാസുകളാണെങ്കിലും മറ്റ് ക്രഞ്ച് മത്സരങ്ങളാണെങ്കിലും ലമീൻ യമാലിനെ സംബന്ധിച്ചിടത്തോളം ജസ്റ്റ് അനദർ ഗെയിം പോലെയാണ് ചങ്ങായി അതിനെ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്ത് പ്രഷർ അല്ലേ ലമീനെ, എന്താണിത്? അപ്പോൾ അങ്ങനെ തുടക്കത്തിൽ ഈ ഫ്രണ്ട് സൈഡ് അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുന്ന അവരുടെ ഫ്രണ്ട് പ്ലെയേഴ്സൊക്കെ കുറച്ച് എനർജിയും കാര്യങ്ങളൊക്കെ കാഴ്ചവെക്കുന്നു. നമ്മൾ
എംബാപ്പയുടെ ഷോട്ട് ഉനായ് സിമോൺ സേവ് ചെയ്യാൻ നമ്മൾ കണ്ടു. ഉനായ് സിമോൺ ഹാഡ് എ ഫാൻറ്റാസ്റ്റിക് ഗെയിം. നല്ല രീതിയിലുള്ള റിഫ്ലക്സും കാര്യങ്ങളൊക്കെ അദ്ദേഹം കാഴ്ചവെക്കുന്നു. തെയോ ഹെർണാണ്ടസ് കോർണർ എന്നുള്ള ബോൾ ഒരു നല്ലൊരു ഡമ്മിയും കാര്യങ്ങളൊക്കെ ആ ഒരു സെൻട്രൽ ബോക്സിൻ്റെ പുറത്തുനിന്ന് സെൻട്രൽ ഫ്രാൻസ് കാഴ്ചവെക്കുന്നു. എന്നിട്ട് തെയോ ഹെർണാണ്ടസിലേക്ക് എത്തുന്നു. തെയോ ഹെർണാണ്ടസിന് നല്ലൊരു അറ്റംപ്റ്റ് അത് ബാറിൽ തട്ടിപ്പോകുന്നു, ക്രോസ് ബാറിൽ തട്ടിപ്പോകുന്നു നമ്മൾ കണ്ടു. അപ്പോൾ ആ രീതിയിലാണ് അവർ തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. പക്ഷെ പിന്നെ എങ്ങനെയാണ് ആദ്യത്തെ ഗോള് സ്പെയിൻ അടിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ആ ഒരു ഒന്നും ഇങ്ങോട്ട് സെറ്റിലായി, റിതം മനസ്സിലായി. അപ്പോൾ സ്പെയിനെ സംബന്ധിച്ചോളം, ഈ ഡെലഫിയോൻ്റെ സ്പെയിനെ സംബന്ധിച്ചോളം നമുക്കറിയാം, അവർ എന്താണ് എപ്പോഴും പൊസിഷൻ കീപ്പ് ചെയ്യുന്ന തരത്തിലൊരു സൈഡല്ല. ആവശ്യമുള്ള സമയത്ത് പൊസിഷൻ കീപ്പ് ചെയ്യും, അല്ലെങ്കിൽ പൊസിഷൻ സറണ്ടർ ചെയ്യാനും ഓക്കെയാണ്, കൗണ്ടർ അറ്റാക്കിങ് ഫുട്ബോൾ കളിക്കാനും ഓക്കെയാണ്. കാരണം ആ രീതിയിൽ പേസുള്ള പ്ലേയേഴ്സ് ഉണ്ട്. അപ്പോൾ എന്താണ് അവരെ സംബന്ധിച്ചിടത്തോളം ആ പഴയ സ്പെയിനിൻ്റെ ഒരു സ്വഭാവം അല്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. കാരണം അവർ പൊസിഷൻ വെറുതെ കീപ്പ് ചെയ്യുന്ന സാഹചര്യങ്ങൾ നമ്മളുണ്ട്. അപ്പോൾ ഇവിടെ ഈ ഒരു ഗോളിന് മുമ്പായിട്ട് അവരെന്താ വെച്ചാൽ കുറച്ചങ്ങോട്ട് പൊസിഷൻ കീപ്പ് ചെയ്യാൻ തീരുമാനിച്ചു. അതുവരെ അവർക്ക് കാര്യമായിട്ട് ബോൾ അങ്ങോട്ട് കീപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പിന്നെ പൊസിഷൻ കീപ്പ് ചെയ്യാൻ തീരുമാനിച്ചു, ഒന്ന് സ്ലോ ഡൗൺ ചെയ്യാൻ തീരുമാനിച്ചു. അതിന് ശേഷം എന്താണ് റൈറ്റ് വിങ്ങിൽ ലെമീൻ യമാലിലേക്ക് പാസ് കൊടുത്തു. ലെമീൻ യമാലിലേക്ക് പാസ് കൊടുത്തുള്ള സാഹചര്യത്തിൽ എന്താണ് തെയോ ഹെർണാണ്ടസും ഡെസിരി ഡുവയും അദ്ദേഹത്തെ തടയാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ബാക്ക് ഫുട്ടിലാണ് തെയോ ഉള്ളത്. അപ്പോൾ അവിടെ നിന്ന് പിന്നെ ലെമീൻ യമാൽ ബോക്സിലേക്ക് ഒരു എക്സെപ്ഷണൽ പാസ് കൊടുക്കുകയാണ്. ആ ഗോൾ ക്രിയേറ്റ് ചെയ്യുന്ന ലെമീൻ യമാലാണ്. പക്ഷേ അതിൽ ഡയറക്റ്റ് അസിസ്റ്റ് ചാർട്ടിൽ അദ്ദേഹത്തിൻ്റെ പേരുണ്ടാവുമോ? ഇല്ല. ആ ബോക്സിലേക്ക് ഒയർസബാലിലേക്ക് ആ ബോൾ കൊടുക്കുന്നു. കൊനാട്ടെ ഒയർസബാൽ ഒരു പിന്നെ ഡ്യൂൽ പരിപാടി അവിടെ നമ്മൾ കാണുന്നു. അവിടെ ഒയർസബാലെ ആ ഒരു ഹോൾഡ് പ്ലേ കാഴ്ചവെക്കുകയാണ്. അതിന് ശേഷം തൻ്റെ ലെഫ്റ്റിൽ നിൽക്കുന്ന നീക്കോ വില്യംസിലേക്ക് അത് പാസ് ചെയ്ത് കൊടുക്കുന്നു. ഫ്രാൻസിനെ സംബന്ധിച്ചിടത്തോളം ബെറ്ററായിട്ട് അവിടെ ഡിഫെൻഡ് ചെയ്യണമായിരുന്നു. നീക്കോ വില്യംസ് കലൂലു അവിടെ ഉണ്ട്, പക്ഷേ അടിച്ച് കയറ്റി അവിടെ നിന്ന് ആ ബോക്സിൽ നിന്ന് വാട്ട് എ സ്ട്രൈക്ക്, വാട്ട് എ ഗോൾ. പക്ഷേ അത് ക്രിയേറ്റ് ചെയ്തത് ലെമീൻ യമാൽ തന്നെയാണ്. ഒപ്പം ഒയർസബാലിൻ്റെ ആ ഒരു ഫാൻറ്റാസ്റ്റിക് ഹോൾഡ് പ്ലേ നമുക്കത് കാണാൻ സാധിച്ചു. അങ്ങനെ സ്പെയിൻ ആദ്യത്തെ ഗോൾ അടിക്കുന്നു. അവിടെ നിന്ന് അധികം വൈകാതെ തന്നെ 2-3 മിനിറ്റിനുള്ളിൽ സ്പെയിൻ ലീഡ് ഉയർത്തുകയാണ്. അതിൽ തന്നെ ഈ സുബിമെൻഡിയുടെ പ്രകടനം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, സുബിമെൻഡിയെ നമുക്ക് എപ്പോഴും ചിത്രത്തിൽ കാണാൻ സാധിക്കില്ല, അല്ലെങ്കിൽ നമ്മളങ്ങനെ കാര്യമായിട്ട് അദ്ദേഹത്തെ നോട്ടീസ് ചെയ്യില്ല. കാരണം വെച്ചാൽ ആ രീതിയിലുള്ളൊരു പ്ലെയറാണ്. പലപ്പോഴും സേഫായിട്ടുള്ള പാസുകളാണ് കൊടുക്കുക, പക്ഷേ ഒരു കൺട്രോളറാണ്. അങ്ങനത്തെ പ്ലെയേഴ്സിനെ അത്യാവശ്യമാണ് ഏതൊരു സൈഡിൽ നിന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ കാര്യങ്ങളെ മിഡ്ഫീൽഡ് കൺട്രോൾ ചെയ്യാനുള്ള ശ്രമമാണ് അദ്ദേഹം കൂടുതൽ നടത്താറുള്ളത്. ആളാണ് കുറച്ചുകൂടി ഡീപ്പായിട്ട് കളിക്കുന്നുണ്ടായിരുന്നത്. മാത്രമല്ല ആ ബിൽഡപ്പ് ഫേസിൽ സ്പെയിനിൻ്റെ പിന്നെ ഡിഫൻസിൽ നിന്നും ബോൾ എടുത്തിട്ട് മുമ്പോട്ട് പോകുന്നതും ചങ്ങായി തന്നെയായിരുന്നു. ബാക്കിയുള്ള പ്ലേയേഴ്സിലേക്ക് എത്തിച്ചു കൊടുക്കുക. പിന്നെ എല്ലാവർക്കും ഒരു പാസിംഗ് ഓപ്ഷനായിട്ട് അദ്ദേഹം അവൈലബിലിറ്റി ഇങ്ങനെ കാണിക്കാറുണ്ട്. പക്ഷേ ഈ മത്സരത്തിന് തുടക്കത്തിൽ 2 ഫൗളുകളൊക്കെ നടത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു രണ്ടാമത്തെ ഗോളിൽ അദ്ദേഹം എംബാപ്പയുടെ നിന്ന് ബോൾ വിൻ ചെയ്യുന്നുണ്ട്. അതിന് ശേഷം സ്പെയിൻ ഇങ്ങനെ പൊസിഷൻ കീപ്പ് ചെയ്യുന്നു. എന്നിട്ട് ആ ഒരു ഹാഫ് ലൈനിൻ്റെ അടുത്ത് സുബിമെൻഡിലേക്ക് ബോൾ എത്തിയിട്ടുള്ള സാഹചര്യത്തിൽ സുബിമെൻഡി കൊടുത്തിട്ടുള്ള ഒരു ലൈൻ ബ്രേക്കിംഗ് പാസ് ഉണ്ട്. ആ ലൈൻ ബ്രേക്കിംഗ് പാസിൽ മിനിമം 6 ഫ്രഞ്ച് പ്ലെയേഴ്സ് ഉണ്ടല്ലോ, 6 ഫ്രഞ്ച് പ്ലെയേഴ്സിനെ ഗെയിമിൽ നിന്ന് അങ്ങോട്ട് കംപ്ലീറ്റ്ലി ഇല്ലാണ്ടാക്കി. അവിടെ മെറീനോ ആ റൈറ്റ് ഹാഫ് സ്പേസിലാണ് നിൽക്കുന്നത്. അപ്പോൾ മെറീനോയിലേക്കുള്ള ആ ഒരു പാസ് വാസ് എക്സെപ്ഷണൽ. അതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കണം. കാരണം ഇങ്ങനെയുള്ള ലൈൻ ബ്രേക്കിംഗ് പാസുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയ സംഭവമാണ്. മെറീൻ അത് 1 ടച്ചിൽ ഒയർസബാലിലേക്ക് കൊടുക്കുന്നു. അപ്പോൾ ഇവിടെ എന്താ വെച്ചാൽ ഈ ഒയർസബാലും ഡ്രോപ്പ് ചെയ്തിരുന്നിരിക്കുകയാണ്. പിന്നെ ആ ബോക്സിന് പുറത്താണല്ലോ ഒയർസബാലാണെങ്കിലും മെറീനാണെങ്കിൽ. അപ്പോൾ അവിടെ ഈ ഫ്രഞ്ച് ഡിഫൻസിനെ സംബന്ധിച്ചിടത്തോളം ആരിലേക്ക് അട്രാക്ട് ചെയ്യണം എന്നുള്ളൊരു സംശയമുണ്ട്. അപ്പോൾ എന്താണ് മെറീനോയിലേക്ക് ആരും അട്രാക്ട് ചെയ്ത് പോകുന്നില്ല. അപ്പോൾ ഈ ഒയർസബാലിലേക്ക് ആ പാസ് കൊടുത്തുള്ള കാര്യത്തിൽ ലോങ് ലേ അദ്ദേഹത്തിലേക്ക് അട്രാക്ട് ചെയ്ത് പോകുന്നു. ഒയർസബാൽ അത് തിരിച്ച് ബ്യൂട്ടിഫുള്ളായിട്ട് മെറീനോ ബോക്സിലേക്ക് റൺ നടത്തിയപ്പോൾ അദ്ദേഹത്തിലേക്ക് കൊടുക്കുന്നു. അപ്പോൾ എന്താണ് അവിടെ ഡിഫൻസിൽ അവിടെ ഓപ്പൺ അപ്പായി അവിടെ ഡിഫൻസ്. പിന്നെ അവിടെ മെറീനോയുടെ ഫിനിഷ് അത് ബ്യൂട്ടിഫുൾ ഫിനിഷാണ്. അത് മെഷേർഡ് കൺട്രോൾഡ് ഫിനിഷാണ് നമുക്ക് അവിടെ കാണാൻ സാധിച്ചത്. മൈക്കിനെ സംബന്ധിച്ചോളം കാര്യം നീട്ടി വെച്ച് നോക്കി നോ രക്ഷ, ബ്യൂട്ടിഫുൾ ഫിനിഷ്. അതിനുശേഷം സെലിബ്രേറ്റ് ചെയ്യുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു ടിപ്പിക്കൽ ആ ഒരു കോർണർ ഫ്ലാഗിന് ചുറ്റിലും നടന്നിട്ടുള്ള ഒരു സെലിബ്രേഷനും അദ്ദേഹം കാഴ്ചവെക്കുന്നു. 2-0 ലീഡ് 25 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ ആ ഒരു സാഹചര്യത്തിൽ തന്നെ 15 അറ്റംപ്റ്റിൽ 2 സൈഡും കൂടി നടത്തിയിട്ടുണ്ട്. 8 അറ്റംപ്റ്റ് പിന്നെ ഫ്രാൻസ് ആണെന്ന് തോന്നുന്നു, 7 അറ്റംപ്റ്റ് സ്പെയിൻ ആണെന്ന് തോന്നുന്നു. ആ രീതിയിൽ അറ്റംപ്റ്റുകൾ 2 സൈഡുകളും നടത്തിയിട്ടുള്ള എക്സൈറ്റിംഗ് ആയിട്ടുള്ള എൻകൗണ്ടറാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഫ്രാൻസ് സംബന്ധിച്ചിടത്തോളം അവർ ഉനായ് സിമോണെ അവർക്ക് തുടക്കത്തിൽ ബീറ്റ് ചെയ്യാൻ സാധിച്ചില്ല. അങ്ങനെ മത്സരം പുരോഗമിക്കുന്നു. പിന്നെ ഈ ലെമീൻ യമാൽ എന്ന് പറയുന്ന പ്ലെയറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ഓൺ ദ ബോൾ എബിലിറ്റിയെക്കുറിച്ച് നമ്മൾ എപ്പോഴും സംസാരിക്കുന്ന സംഭവമാണ്. പക്ഷേ ഒരു മോഡേൺ ഡേ വിങ്ങർ എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടതെന്നുള്ളതിൻ്റെ എല്ലാ ധാരണയും അദ്ദേഹത്തിനുണ്ട്. അതിപ്പോൾ ഹാൻസി ഫ്ലിക്കും ശരിക്കും പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരിക്കും. ഡെലഫിയോൻ്റെ സിസ്റ്റത്തിൽ കളിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മാത്രമല്ല നാച്ചുറലി അദ്ദേഹത്തിന് അറിയാം. കാരണം അദ്ദേഹത്തിലൊരു ഇൻ്റലിജൻറ്റ് ഫുട്ബോളറാണ്. നല്ല രീതിയിൽ ട്രാക്ക് ബാക്ക് ചെയ്യും. അദ്ദേഹത്തിൻ്റെ അടുത്ത് നിന്ന് പൊസിഷൻ നഷ്ടപ്പെടുകയാണ്. ആ ഒരു സ്പെയിനിൻ്റെ ഏരിയയിലാണ് പൊസിഷൻ നഷ്ടപ്പെടുന്ന സാഹചര്യത്തിൽ അദ്ദേഹം അവിടെ വെറുതെ നിൽക്കില്ല. ഒന്ന് സ്റ്റക്കായി പൊസിഷൻ നഷ്ടപ്പെട്ടു. പക്ഷേ പിന്നെ
ഡെസീരി ഡുവയിലൊക്കെ ബോൾ എത്തിയപ്പോൾ ഡെസീരി ഡുവയിൽ എടുത്ത് പോയിട്ട് ആ ബോൾ വിൻ ബാക്ക് ചെയ്യണം. അതാണ് അദ്ദേഹത്തിൻ്റെ ഡിഫെൻസീവ് കോൺട്രിബ്യൂഷനെ കുറിച്ചും കൂടുതൽ സംസാരിക്കണം. അദ്ദേഹത്തിൻ്റെ ട്രാക്ക് ബാക്കിംഗ് എക്സലൻ്റ് ആണ്, എക്സെപ്ഷണലാണ്. മാത്രമല്ല ഒരു ടീം പ്ലെയറാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഭവം. പെർഫെക്റ്റ് ടീം പ്ലെയറാണ്. ഓരോ മത്സരം കഴിയുമ്പോഴും ഓരോ ദിവസം കഴിയുന്തോറും അദ്ദേഹത്തിൻ്റെ മെച്യൂരിറ്റി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ഈവൻ ഫിനിഷിംഗ് എബിലിറ്റിയും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം കൂടുതൽ ഷോട്ടുകൾ അൺലീഷ് ചെയ്ത് തുടങ്ങി. അദ്ദേഹത്തിൻ്റെ ഗെയിമിൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്ന ഒരു വീക്ക് പോയിൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഫിനിഷിങ്ങിലുള്ള ഒരു പ്രശ്നമായിരുന്നു. അതും ഇമ്പ്രൂവ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും അതിൽ ഇനിയും ഒരുപാട് ഇമ്പ്രൂവ്മെൻറ്റ് വരേണ്ടതായിട്ടുള്ള കാര്യം ഓർക്കുമ്പോഴാണ് എന്താണ് ഈ ചെങ്ങയുടെ സീലിംഗ് എന്നുള്ളത്. എക്സെപ്ഷണൽ പ്ലെയറാണ്. അപ്പോൾ അങ്ങനെ ആ ഒരു മൊമെൻറ്റിൽ നമുക്ക് ആ ഡെസീരി ഡുവേ വേഴ്സസ് ലമീൻ യമാൽ ബാറ്റിൽ പിച്ചിൽ നമുക്ക് കാണാൻ സാധിച്ചു. ഡുവേൻ്റെ അടുത്ത് നിന്ന് ലമീൻ ബോൾ വിൻ ചെയ്യാൻ ഡുവയെ സംബന്ധിച്ചോളം അത്ര ഭീകരമായിട്ടുള്ളൊരു ഇമ്പാക്റ്റ് ആ ലെഫ്റ്റ് സൈഡിൽ അദ്ദേഹത്തിന് ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. പുറകുമായിട്ടാണ് അദ്ദേഹത്തിൻ്റെ ബാറ്റിൽ, പക്ഷേ ലമീൻ യമാൽ താഴോട്ട് ഇറങ്ങി വന്നിട്ട് ഹെൽപ്പ് ചെയ്തിരുന്നത്. അതേപോലെ തന്നെ അപ്പുറത്തുമെങ്കിൽ നീക്കോ വില്യംസ് കലൂലുവിൻ്റെ പരിപ്പിളക്കി വിടുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. ടോർമെൻറ്റ് ചെയ്ത് കളഞ്ഞു നീക്കോ വില്യംസിനെ പിടിച്ചാൽ കിട്ടുന്നുണ്ടായിരുന്നില്ല കലൂലുവിന്. കലൂലു നിന്ന് തിരികെയായിരുന്നു. നീക്കോയുടെ അറ്റംപ്റ്റുകളൊക്കെ നമ്മൾ തുടക്കത്തിലേക്ക് കാണുന്നുണ്ടായിരുന്നു. മൈഗ്നൻ സേവ് ചെയ്തിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഷോട്ടൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഈ ഡെസീരി ഡുവയുടെ നല്ലൊരു അറ്റംപ്റ്റ്, ലെഫ്റ്റിൽ നിന്ന് കട്ടിൻ സൈഡിൽ നിന്നുള്ള നല്ലൊരു അറ്റംപ്റ്റ്. അദ്ദേഹത്തിൻ്റെ വേറൊരു സംഭവം എന്താണെന്നറിയോ, ഇപ്പോൾ 20 വയസ്സായില്ലേ ചങ്ങായിക്ക്. അതെ, ആളെ സംബന്ധിച്ചോളം ആൾ ജനറേറ്റ് ചെയ്യുന്ന പവർ ഉണ്ട്. ആ ഒരു ഷോട്ടിൽ, ചെറിയ ബാക്ക് ലിഫ്റ്റിൽ അദ്ദേഹം ജനറേറ്റ് ചെയ്യുന്ന പവർ ഭയങ്കരമാണ്. ഇത് ഇങ്ങനെയാണ് ഇതൊക്കെ സാധിക്കുന്നില്ലാണ്. അപ്പോൾ അത് ഉനായ് സിമോൺ സേവ് ചെയ്തു, പക്ഷേ അതൊരു വല്ലാത്തൊരു ഭയങ്കര പവർഫുൾ ഷോട്ടായിരുന്നു. പിന്നെ നമ്മൾ കാണുന്നത് വെച്ചാൽ ഡെംബേലയുടെ അറ്റംപ്റ്റ് അഗെയിൻ നമ്മുടെ ഉനായ് സിമോൺ സേവ് ചെയ്യണം. ഉനായ് സിമോൺ ആ ഒരു മറ്റൊരു ക്രൂഷ്യൽ സമയത്ത് മറ്റൊരു ഇമ്പോർട്ടൻറ്റ് സേവ് പുൾ ഓഫ് ചെയ്യുന്ന നമ്മൾ കണ്ടത്. ആ റൈറ്റ് സൈഡിൽ നിന്ന്, ബോക്സിൻ്റെ റൈറ്റ് സൈഡിൽ നിന്ന് ഡെംബേലയുടെ അറ്റംപ്റ്റ്. ഡെംബേല നല്ല സിൽക്കി ഓൺ ദ ബോളാട്ടോ, ഭയങ്കര രസമാണ്. പ്ലേയേഴ്സിനെ അദ്ദേഹം മറികടക്കുന്നതൊക്കെ കാണാനൊക്കെ ഭയങ്കര രസമാണ്. അദ്ദേഹത്തിൻ്റെ ഷോൾഡർ ഡ്രോപ്പൊക്കെ ഭയങ്കര രസമാണ്. പക്ഷേ ഉനായ് സിമോൺ നല്ല സേവാണ് നടത്തിയത്. നല്ലൊരു അറ്റംപ്റ്റാണ് റൈറ്റ് സൈഡിൽ നിന്ന് അദ്ദേഹം അടിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ ലമീൻ യമാൽ ഡാൻസ് ചെയ്യുന്നത് വീണ്ടും കാണണം. ആ ഒരു റൈറ്റ് സൈഡിൽ അദ്ദേഹത്തെ എങ്ങനെയാണ് ഡിഫെൻഡ് ചെയ്യുക എന്നുള്ളതാണ്. അതിന് ശേഷം ഒരു ഫാൻറ്റാസ്റ്റിക് ബോൾ ബോക്സിലേക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിന് ടേക്കേഴ്സ് ഉണ്ടായില്ല, പക്ഷേ അതൊരു ബ്യൂട്ടിഫുൾ ഡെലിവറി ആയിരുന്നു. അത് മൈഗ്ന വന്ന് ക്യാച്ച് ചെയ്തു. പക്ഷേ അതിലുള്ള ആളുടെ ആ ഒരു ക്രിയേറ്റീവ്സ് ആണല്ലോ, അദ്ദേഹം ബാക്ക് പോസ്റ്റിലേക്ക് കൊടുക്കുന്ന പാസ് ആണെങ്കിലും, അദ്ദേഹം ആ ഒരു നിയർ പോസ്റ്റിലേക്ക് കൊടുക്കുന്ന പാസ് ആണെങ്കിലും, ആ 6 yard ഏരിയയിലേക്ക് കൊടുക്കുന്ന പാസ് ആണെങ്കിലും ഭയങ്കര രസമാണ് ചെങ്ങയുടെ പാസിങ് കാണാൻ തന്നെ. പിന്നെ ആ മത്സരത്തിലെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഗോൾ ഇതായിരുന്നു എന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. ആ ഓഫ് സൈഡ് ഗോൾ, ഡിസലൈബിട്ടുള്ള ഗോൾ, ഫ്രീ കിക്ക് കിട്ടിയതാണ് സ്പെയിനിന് ഫ്രാൻസിൻ്റെ ഏരിയയിൽ. അപ്പോൾ അത് ദുമൻ്റി ആണോ വേറെ ആരോ പ്ലെയർ ആണോ അറിയില്ല. എന്തായാലും ലമീൻ യമാലിലേക്കാണ് തട്ടി മാറ്റി കൊടുത്തിട്ടുണ്ടായിരുന്നത്. ലമീൻ യമാൽ അതിങ്ങനെ ഡിങ്ക് ചെയ്ത് ബോക്സിലേക്ക് കൊടുത്തു. അപ്പോൾ അത് ഹെഡർ ആ ഒരു ഡീൻ ഹൗസിന് നേരേക്ക് പിന്നെ സ്പാനിഷ് പ്ലെയർ കൊടുത്തപ്പോൾ ഡീൻ ഹൗസിൻ്റെ വോളി ഫിനിഷ്, വാട്ട് എ ഫിനിഷ്. എന്നിട്ട് സെലിബ്രേറ്റ് ചെയ്യാൻ പോയപ്പോഴാണ് ചങ്ങായി കണ്ടത് ഫ്ലാഗ് അവിടെ പൊക്കി പിടിച്ചിരിക്കുന്നത്. അവിടെ ഓഫ് സൈഡ് ആയിരുന്നു, പക്ഷേ വാട്ട് എ ഗോൾ ഇറ്റ് വുഡ് ഹാവ് ബീൻ. അങ്ങനെ ഫസ്റ്റ് ഹാഫ് കഴിച്ചപ്പോൾ 9 അറ്റംപ്റ്റുകളാണ് സ്പെയിൻ നടത്തിയിട്ടുണ്ടായിരുന്നു. അതിൽ 4 ഒരു ടാർഗറ്റിലേക്ക് അടിക്കുന്നു. 13 അറ്റംപ്റ്റുകൾ ഫ്രാൻസിൻ്റെ ഭാഗത്ത് നമ്മൾ കണ്ടു. അതിൽ പലതും ഔട്ട് സൈഡ് ബോക്സിൻ്റെ അറ്റംപ്റ്റുകളൊക്കെ ആയിരുന്നു. 5 ഒരു ടാർഗറ്റിലേക്ക് അടിക്കുന്നു. അപ്പോൾ എംബാപ്പെ വലിയ തോതിൽ ഇൻവോൾവ്മെൻറ്റ് ആ ഒരു ഫസ്റ്റ് ഹാഫിൽ പ്രോഗ്രസ് ചെയ്തതിന് ശേഷം നടത്തിയിട്ടുണ്ടായിരുന്നില്ല. ഫസ്റ്റ് ഹാഫിൻ്റെ തുടക്കത്തിൽ എംബാപ്പയുടെ ഇൻഫ്ലുവൻസ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ പറഞ്ഞ പോലെ ഈ റാബിയോയിലുള്ള ഒബ്സഷൻ എന്താണ് ഡെഷോംസിനുള്ളത് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല. റാബിയോ നല്ല സീസണായിരുന്നു, പിന്നെ കഴിഞ്ഞ സീസണിൽ ക്ലബ് ലെവലിൽ കളിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ സ്റ്റിൽ റാബിയൊക്കെ അവിടെ നിന്ന് എപ്പോഴേ പോകേണ്ട സമയം കഴിഞ്ഞിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. അവർക്ക് വേറെ പ്ലേയേഴ്സ് ഒന്നുമില്ല ആ ഒരു മിഡ്ഫീൽഡ് കളിക്കാനായിട്ട്. അറിയാം ഇഞ്ചുറി പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ സ്റ്റിൽ ആ ഒബ്സഷൻ അദ്ദേഹത്തിൻ്റെ ഹൈറ്റൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കണം അദ്ദേഹത്തെ കൂടുതൽ യൂസ് ചെയ്യാൻ ശ്രമിക്കുന്നത്. പക്ഷേ അതൊരു എനിക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത സംഭവമാണ്. എന്തായാലും സെക്കൻഡ് ഹാഫ് തുടങ്ങുന്നു. ഫസ്റ്റ് ഹാഫിൽ പൊസിഷൻ സ്റ്റാറ്റ്സ് നോക്കിയാൽ 46% പൊസിഷൻ മാത്രമേ സ്പെയിനുള്ളൂ, 54% ഫ്രാൻസിനാണ്. ഫ്രാൻസ് ആണെങ്കിൽ ഡെഷോംസിൻ്റെ കീഴിൽ പൊസിഷൻ വല്ലാത്ത രീതിയിൽ കീപ്പ് ചെയ്യാൻ താല്പര്യപ്പെടുന്ന സൈഡൊന്നുമല്ല അല്ലേ. പക്ഷേ ഇതിൽ മറ്റൊരു സ്റ്റാറ്റ് കൂടി ഞാൻ പറയാം. ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഡെവസ്റ്റേറ്റിംഗ് സ്റ്റാർട്ടാണ് ഒരു ഫ്രഞ്ച് ആരാധന ഇത് കേൾക്കുന്നത്. കാരണം വെച്ചാൽ ഈ ഫ്രാൻസ് സൈഡ് നമുക്കറിയാം ഈ ഡെഷോംസിൻ്റെ കീഴിൽ വളരെ പ്രാഗ്മാറ്റിക്കായിട്ട് കളിക്കുന്നത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അവർ പ്രാഗ്മാറ്റിക്കായിട്ട് എഫിഷ്യൻ്റായിട്ട് ഗോൾ അടിച്ച് ജയിക്കുന്ന നമ്മൾ കണ്ടു. ആ രീതിയിൽ ഒരു വേൾഡ് കപ്പ് അടിച്ചിട്ടുള്ള ഒരു സൈഡാണ്. അതിൽ എംബാപ്പെ എന്ന് പറയുന്ന എക്സ് ഫാക്ടർ അവർക്ക് ഉണ്ടായിരുന്നു. അതൊക്കെ നമുക്കറിയുന്നതാണ്, ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. പക്ഷേ ഇപ്പോൾ എന്താ പറയുക, 10-13 കൊല്ലമായില്ലേ ഡെഷോംസ് ആ ഒരു ടീമിൽ. പക്ഷേ ആ ടീമിൻ്റെ ഡിഫെൻസീവ് സ്ട്രക്ചറിൽ വന്നിട്ടുള്ള മാറ്റം, അതായത് ഈ അറ്റാക്കിംഗ് പ്ലേയേഴ്സിനൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ ആ ടീമിൽ ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അദ്ദേഹം ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ അദ്ദേഹത്തിൻ്റെ ടീമിൻ്റെ ഡിഫെൻസീവ് സ്റ്റെബിലിറ്റി പാടെ പോയിട്ടുള്ള ഒരു ചിത്രമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കാരണം വെച്ചാൽ ഫ്രാൻസ് ഇപ്പോൾ 8 ഫസ്റ്റ് ഹാഫ് ഗോളുകൾ 9 മത്സരങ്ങളായിട്ട് കൺസിഡർ ചെയ്തിട്ടുണ്ട്. 8 ഫസ്റ്റ് ഹാഫ് ഗോളുകൾ. അപ്പോൾ അവരെക്കാൾ കൂടുതൽ
ഫസ്റ്റ് ഹാഫ് ഗോളുകൾ ഈ നാഷൻസ് ലീഗിൽ 2024-25 നാഷൻസ് ലീഗിൽ കൺസിഡർ ചെയ്തിട്ടുള്ള 2 സൈഡുകളേ ഉള്ളൂ. ഒന്ന് അർമേനിയ, വീക്കർ സൈഡാണ്, മറ്റൊന്ന് ബോസ്നിയ. അപ്പോൾ അത് ഒരു വേൾഡ് കപ്പ് ജയിക്കണമെന്നുള്ള ആഗ്രഹത്തിൻ്റെ പുറത്തു നടക്കുന്ന എക്സെപ്ഷണൽ ടാലൻറ്റ് പൂളുള്ള അവരുടെ സ്ക്വാഡ് സ്ട്രെങ്ത് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ കണ്ണ് തള്ളിപ്പോകും. അവരുടെയും പോർച്ചുഗലിൻ്റെയൊക്കെ സ്ക്വാഡ് സ്ട്രെങ്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ കണ്ണ് തള്ളിപ്പോകുന്ന തരത്തിലുള്ള സ്ക്വാഡ് സ്ട്രെങ്ത് ഉള്ള സൈഡാണ്. അങ്ങനത്തെ സ്ക്വാഡ് സ്ട്രെങ്ത് ഒന്നും സ്പെയിനൊന്നും അവകാശപ്പെടാനില്ല. പക്ഷേ എന്താണ് ഇങ്ങനൊരു സൈഡിനെ സംബന്ധിച്ചിടത്തോളം, അത്രയും വലിയ ആസ്പിറേഷനുള്ള ഒരു സൈഡിനെ സംബന്ധിച്ചിടത്തോളം ഇമ്മാതിരി ഗോളുകൾ ലീക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു പ്രശ്നമാണെന്നുള്ള കാര്യം പറയണം. ഇഞ്ചുറി പ്രശ്നങ്ങളുണ്ട്, പക്ഷേ സ്റ്റിൽ ഇത് ശരിയല്ല. അപ്പോൾ ആ ഒരു ഡിഫെൻസീവ് സ്റ്റെബിലിറ്റി ഈ ഫ്രഞ്ച് സൈഡിൽ നിന്നും പോയിട്ടുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ അതിലൊരു സൊല്യൂഷൻ കണ്ടെത്തണം. അപ്പോൾ എന്താ പ്രശ്നം വെച്ചാൽ ഇത്രയും ഈ പ്ലേയേഴ്സിനെ, ഈ അറ്റാക്കിംഗ് പ്ലെയറുള്ള പ്ലേയേഴ്സിനെ ഒരുമിച്ച് കളിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ ആ സ്റ്റെബിലിറ്റി നഷ്ടപ്പെടുകയാണ്. അപ്പോൾ അദ്ദേഹത്തിന് അതിലൊരു ബാലൻസ് കണ്ടെത്താൻ അദ്ദേഹം ശ്രമിക്കുമായിരിക്കും എന്തായാലും. പിന്നെ നമ്മൾ എന്താണ് സെക്കൻഡ് ഹാഫിൻ്റെ കാര്യത്തിലേക്ക് കടന്നു കഴിഞ്ഞാൽ, സെക്കൻഡ് ഹാഫ് തുടങ്ങിയ ഉടനെ തന്നെ സ്പെയിന് ലീഡ് ഉയർത്താനുള്ള അവസരം കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൽ മാഗ്നൻ ലോങ് ബോൾ കൊടുക്കുന്നു, അവിടെ ഹെഡർ വിൻ ചെയ്യുന്നത് സ്പെയിനാണ്. അവിടെ അഗൈൻ ഈ ഏരിയൽ ഡ്യൂലുകളൊന്നും കാര്യമായിട്ട് ഫ്രാൻസിന് വിൻ ചെയ്യാൻ സാധിക്കുന്നില്ല. അപ്പോൾ അവിടെ ഏരിയൽ ഡ്യൂല് സ്പെയിൻ വിൻ ചെയ്യുന്നു. അതിനുശേഷം അവിടെ മെറീനോയുടെ ഹോൾഡ് അപ്പ് പ്ലേ വാസ് ഫാൻറ്റാസ്റ്റിക്. ഇതിൻ്റെ ലമീനിലേക്ക് പാസ് കൊടുക്കുന്നു. ലമീൻ ഒയർസബാലിനെ പിക്ക് ചെയ്യുകയാണ്. ഒയർസബാൽ തുടക്കത്തിൽ 1v1 സിറ്റുവേഷനാണ് കീപ്പറുമായിട്ട്, പക്ഷേ അദ്ദേഹത്തിൻ്റെ ടച്ചും കാര്യങ്ങളൊക്കെ സ്ലോ ആയിരുന്നു. അപ്പോഴേക്കും കൊനാറ്റെ വന്നിട്ട് അതിന് ഷോട്ട് ബ്ലോക്ക് ചെയ്ത് കളഞ്ഞു. അത് ഒരു ചാൻസ് ആയിരുന്നു സ്പെയിനെ സംബന്ധിച്ചോളം. പിന്നെ 1-2 നല്ല ക്രോസുകൾ ഫ്രാൻസിൻ്റെ ഭാഗത്ത് നമ്മൾ കണ്ടു. കലൂലു നന്നായി ഇടങ്ങറായിട്ടുണ്ടായിരുന്നു നീക്കോ വില്യംസുമായിട്ട് ഡിഫെൻസീവ്ലി. പക്ഷേ ഈ ഒരു അവസരത്തിൽ അദ്ദേഹം മുമ്പോട്ടേക്ക് പോയപ്പോൾ നല്ലൊരു ക്രോസ് റൈറ്റ് സൈഡിൽ നിന്ന് കൊടുത്തു. പക്ഷേ അതിന് ടേക്കേഴ്സ് ഉണ്ടായില്ല. ആ ഒരു സ്ട്രൈക്കറിൻ്റെ മൂവ്മെൻറ്റ് നമുക്ക് ഫ്രഞ്ച് പ്ലേയേഴ്സിൻ്റെ ഭാഗത്ത് നിന്ന് കണ്ടില്ല. അതേപോലെ തന്നെ തെയോ ഹെർണാണ്ടസിൻ്റെ ക്രോസ് അബ്ബായലിൻ്റെ അടുത്തതിന് ശേഷം ആ ക്രോസ് ഡെംബേലെ ചാടി നോക്കി, ഡൈവ് ചെയ്ത് നോക്കി, പക്ഷേ അദ്ദേഹത്തിന് മീറ്റ് ചെയ്യാൻ സാധിച്ചില്ല. അഗെയിൻ നല്ല 2 ക്രോസുകൾ നമ്മൾ കണ്ടു. പിന്നെ നമ്മൾ എന്താ കാണുന്നത് വെച്ചാൽ ഈ ലമീൻ യമാൽ വേഴ്സസ് റാബിയോ ബാറ്റിൽ വീണ്ടും കാണും. 11 മാസങ്ങൾക്ക് മുമ്പ് ആ യൂറോയിൽ നമ്മൾ കണ്ടതാണ് റാബിയോ ലമീൻ യമാൽ തമ്മിലുള്ള ബാറ്റിൽ. അതിൽ ആ വണ്ടർ സ്ട്രൈക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നത് നമ്മൾ കണ്ടു അല്ലേ. ആ രീതിയിൽ ആ മത്സരം ടേൺ അറൗണ്ട് ചെയ്യാനുള്ള ലമീൻ യമാലിൻ്റെ ആ ഗോള് കൃത്യമായിട്ടും കണ്ടൊരു മനുഷ്യനാണ് റാബിയോ. നമുക്കറിയാം റാബിയോ മത്സരത്തിന് മുമ്പായിട്ട് എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ, അതിനുള്ളൊരു ഉത്തരമായിരുന്നു ഗ്രൗണ്ടിൽ അപ്പോൾ ലമീൻ യമാൽ കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഈ ഒരു അവസരത്തിൽ എന്ത് സംഭവിച്ചു എന്ന് വെച്ചാൽ സ്പെയിനിൻ്റെ ആ ഒരു മിഡ് ഏരിയയിലുള്ള പ്രസ്സിംഗ് മികച്ചതാണ്. അങ്ങനെ മനു കോനയുടെ അടുത്തുനിന്ന് മെറീനോ ബോൾ വിൻ ചെയ്യുകയാണ്. മനു കോന അവിടെ വീണ് കിടന്നു, ഫൗളാണെന്ന രീതിയിലാണ് അദ്ദേഹം ഇരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ക്ലാറ്റൻബർഗാണ് റെഫറി ആയിട്ടുള്ളത്, ഇംഗ്ലീഷുകാരൻ. അവിടെ ഫൗളൊന്നും അദ്ദേഹം കണ്ടില്ല, അത് ഫൗളില്ല. അങ്ങനെ ആ ഒരു സാഹചര്യത്തിൽ ബോൾ വിൻ ചെയ്യാനായിട്ട് ലമീൻ യമാൽ അവിടെ ഉണ്ട് എന്നുള്ള കാര്യം ഓർക്കണം. ആ ഒരു ഹാഫ് ലൈൻ്റെ അടുത്ത്. എന്നിട്ട് ആ ബോൾ നീക്കോ വില്യംസിലേക്ക് എത്തിയപ്പോൾ അവിടെ ഇൻ്റലിജൻ്റ് ആയിട്ട് ലെഫ്റ്റ് സൈഡിലേക്ക് നീക്കോ വില്യംസ് സെൻറ്ററിലൂടെ റൺ ചെയ്യുമ്പോൾ നീക്കോ വില്യംസിൻ്റെ യൂഷ്വൽ പൊസിഷനാണല്ലോ ലെഫ്റ്റ് സൈഡ്. ആ ലെഫ്റ്റ് സൈഡിലേക്കാണ് ലമീൻ യമാൽ റൺ നടത്തിയാണ്. ഒയർസബാൽ റൈറ്റിലേക്ക് റൺ നടത്തി. അങ്ങനെ നീക്കോ വില്യംസ് മുമ്പോട്ട് പോയതിനു ശേഷം ആ ഒരു ലമീൻ യമാലിലേക്ക് ആ പാസ് കൊടുക്കുന്നു. റാബിയോ എന്താണ് അവിടെ ആ ഒരു ഡിഫെൻസീവ് മിഡ്ഫീൽഡർ പണി ചെയ്യുകയാണ് ആ ഒരു സാഹചര്യത്തിൽ. പിന്നെ ലമീൻ യമാലിനെ ട്രാക്ക് ചെയ്ത് വരുന്നു. പക്ഷേ അവിടെ ലമീൻ യമാലിനെ ചെങ്ങായി ഫൗൾ ചെയ്യുന്നു. അത് പെനാൽറ്റി കൊടുക്കുന്നു. പെനാൽറ്റി ചെക്ക് നടക്കുന്നു. കുറച്ച് സമയത്തിന് ശേഷം ആ പെനാൽറ്റി സ്റ്റാൻഡ് ചെയ്യുന്നു. ഈ ഒരു അവസരത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതില്ല, ലമീൻ യമാൽ അത്രയും സമയം ആ പെനാൽറ്റി അടിക്കാനായിട്ട് ഞാൻ അടിക്കാം എന്ന് പറഞ്ഞിട്ട് ആ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുന്നു. എന്നതിന് ശേഷം അവിടെ അങ്ങനെ നിൽക്കുകയാണ്, ആ ഒരു പെനാൽറ്റി സ്പോട്ടിൽ അവിടെ അങ്ങനെ നിൽക്കുകയാണ് വെയിറ്റ് ചെയ്തിട്ട് റിസൾട്ടിനും വേണ്ടിയിട്ട്. ലമീൻ യമാൽ ബോളൊക്കെ ഇങ്ങനെ തോളിങ്ങനെ തട്ടി ഇങ്ങനെ നിൽക്കുകയാണ്. പ്രഷറോ, എന്ത് പ്രഷർ എന്നുള്ള രീതിയിൽ ആ ബോളൊക്കെ ഇങ്ങനെ തോളിങ്ങനെ തട്ടിയിട്ട് നിൽക്കുന്നു. എന്നിട്ട് ആലോചിക്കേണ്ടതായുള്ള സംഭവം, ചെങ്ങായി ഇതിന് മുമ്പ് ബാഴ്സലോണയ്ക്ക് വേണ്ടിയിട്ട് പെനാൽറ്റിയൊക്കെ മിസ്സൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ അപ്പോഴും ചെങ്ങായി പ്രഷറൊന്നും കാണിച്ചിട്ടില്ല. ഇപ്പോഴും ചെങ്ങായി ഒരു പ്രഷറും കാണിക്കുന്നില്ല എന്നുള്ളതാണ്. എന്ത് കൂളായിട്ടാണ് ചെങ്ങായി അവിടെ നിൽക്കുന്നത്. ശരിയാണ് 2 ഗോളിൻ്റെ അഡ്വാൻറ്റേജ് ഉണ്ട്. പക്ഷേ എന്നാലും ഇമ്മാതിരി ആ ഒരു കോൾഡ് നേച്ചറൊക്കെ കാഴ്ച വന്നു കഴിഞ്ഞാൽ അഗെയിൻ ഞാൻ ആ പ്രായം പറയുന്നില്ല, പറയാൻ താല്പര്യപ്പെടുന്നില്ല. അയ്യോ. എന്നിട്ട് ആ പെനാൽറ്റി കൺവേർട്ട് ചെയ്യുന്നത് എൻ്റെ ആദ്യത്തെ പ്രൊഫഷണൽ പെനാൽറ്റിയാണ് സ്പാനിഷ് കുപ്പായത്തിലേത്. മനോഹരമായിട്ട് കൺവേർട്ട് ചെയ്യുന്നു. അങ്ങനെ 3-0 ലീഡ് സ്പെയിനിന് നേടിയെടുക്കാൻ സാധിച്ചിരിക്കുകയാണ്. പക്ഷെ എന്നാലുണ്ടല്ലോ ആ മൊത്തത്തിലുള്ള ഒരു പെനാൽറ്റി സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്തിട്ടുള്ളത്. പെനാൽറ്റി വിൻ ചെയ്യുന്നു എന്നതിന് ശേഷം ഞാൻ തന്നെ അടിക്കാന്നുള്ള രീതിയിൽ അവിടെ പോയി നിൽക്കുന്നു. അവിടെ വേറെയും പ്ലേയേഴ്സ് ഉണ്ടെന്നുള്ള കാര്യം ഓർക്കണം. പക്ഷേ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുന്നു. എന്നിട്ട് കൂളായിട്ട് കാമായിട്ട് പരിപാടി അങ്ങോട്ട് തീർക്കുന്നു. എന്നിട്ട് വീണ്ടും ഡിഫെൻസിനെ ടോർമെൻറ്റ് ചെയ്യാനുള്ള പരിപാടിയായിട്ട് മുമ്പോട്ട് പോകാം. അങ്ങനെ 3-0 ആയിട്ടാണ്. പിന്നെ നമ്മൾ കാണുന്നത് വെച്ചാൽ
ആ നാലാമത്തെ ഗോൾ ഉടനെ വരുന്നതാണ്. അതിലുള്ള പെഡ്രി പോർട്ടോ മാജിക്, ഓ എൻ്റെ പൊന്നോ, അത് ഒരു രക്ഷയില്ല സാധനമാണ്, ഒരു രക്ഷയില്ല. പെഡ്രി ഈ ഡെലഫിൻ്റെ സിസ്റ്റത്തിൽ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടാണ് കളിക്കുന്നത്. ബോക്സിലേക്ക് ക്രാഷ് ചെയ്യാനുള്ള അവസരങ്ങൾ അദ്ദേഹത്തിന് കിട്ടുന്നുണ്ട്. മെറീനോ ആണ് ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ട് കളിക്കുന്ന മിഡ്ഫീൽഡർ ആയിട്ടുള്ളത്. പക്ഷേ അവിടെ ഒരു ത്രോയിനാണ് സ്പെയിനിന്, ഫ്രാൻസിൻ്റെ ഏരിയയിൽ ത്രോയിൻ കിട്ടുന്നു. ആ ത്രോയിൻ അവർ 1-2 പാസുകളൊക്കെ അവിടെ നടത്തി നിൽക്കുന്ന സാഹചര്യത്തിൽ കൊനാട്ടി എന്ത് ചെയ്യുന്നു വെച്ചാൽ ഈ മെറീനിലേക്ക് പാസ് കൊടുത്തപ്പോൾ അത് മുമ്പോട്ടേക്ക് കയറി വന്നിട്ട് വിൻ ചെയ്യാനുള്ള ശ്രമം നടത്തിയാണ്. പക്ഷേ അതിനത് വിൻ ചെയ്യാൻ സാധിക്കുന്നില്ല. അവിടെ ആ ബോൾ ഇങ്ങനെ ഉയർന്നു വരുമ്പോൾ പെഡ്രിയുടെ പുറകിലാണ് ആ ബോൾ വരുന്നത് കേട്ടോ. ആ ബോൾ വന്ന് വീഴാൻ നോക്കുന്നത് പെഡ്രിയുടെ പുറകിലാണ്. പക്ഷേ അവിടെ അദ്ദേഹം ആ കാലുകൊണ്ട് അത് കൺട്രോൾ ചെയ്തുള്ള രീതി ഉണ്ടല്ലോ, തൻ്റെ പുറകിൽ വരുന്ന സാധനത്തെ അദ്ദേഹം കൺട്രോൾ ചെയ്തുള്ള രീതി, അത് എനിക്ക് പറഞ്ഞു തരാൻ അറിയില്ല, അതെങ്ങനെയാണ് വർണ്ണിക്കേണ്ടതെന്ന് എനിക്കറിയില്ല. അതൊരു എക്സെപ്ഷണൽ ബോൾ കൺട്രോളാണ്. ഒരു ബോളർക്ക് സാധിക്കുന്ന തരത്തിലുള്ള സംഭവമാണ്. അത്തരത്തിലൊരു ബോളറാണ് പെഡ്രി. എന്നിട്ട് പുള്ളിക്കാരൻ അതുമായിട്ട് ഡ്രൈവ് ചെയ്ത് പോവുകയാണ്. തൻ്റെ ലെഫ്റ്റിൽ നിൽക്കുന്ന നീക്കോ വില്യംസിനെ പിക്ക് ചെയ്യുന്നു, ബോക്സിലേക്ക് ക്രാഷ് ചെയ്ത് വരുന്നു. നീക്കോ വില്യംസ് അദ്ദേഹത്തിനെ പിക്ക് ചെയ്യുന്നു. പക്ഷേ നീക്കോ വില്യംസ് പെഡ്രിക്ക് കൊടുത്തിട്ടുള്ള ആ ബോള്, ആ പാസ് പെഡ്രിയുടെ പുറകിലായിരുന്നു. പക്ഷെ അവിടെ അത് തൻ്റെ വരുതിയിലേക്ക് പെഡ്രി എടുത്തിട്ടുള്ള ആ ഒരു രീതിയുണ്ട്. വാവ് മാൻ, വാവ്. അതായത് പുറകിലാണ് ആ പാസ് വരുന്നത്, പക്ഷേ ആളത് അത് മുമ്പോട്ടേക്ക് എടുത്തു. തൻ്റെ ആ ഒരു ലെഫ്റ്റ് ഫുട്ട് കൊണ്ട്, എന്നതിന് ശേഷം തൻ്റെ വീക്കർ ലെഫ്റ്റ് ഫുട്ട് കൊണ്ട് മൈനൻ കയറുവാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ മൈനിന് മുകളിലൂടെ അതടിച്ച് ഗോളാക്കുന്നു, വീക്കർ ലെഫ്റ്റ് ഫുട്ട് കൊണ്ട്. അപ്പോൾ ആ ഗോളുള്ള പെഡ്രി മാജിക് എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. അതൊക്കെ കണ്ടിട്ട് ബാഴ്സലോണ ഫാൻസ് ഇങ്ങനെ എന്താ പറയുക, നിങ്ങൾ ഭാഗ്യവാന്മാരാണ്, ഇപ്പോൾ ഒരു രക്ഷയില്ല. പെഡ്രി, ലമീന്, ഭാഗ്യവാന്മാരെ. അപ്പോൾ അങ്ങനെ പെഡ്രിയുടെ ഒരു ഗോളോട് 4-0 ആയിരിക്കുകയാണ്. ഇത് പെഡ്രി സംബന്ധിച്ചിടത്തോളം ആകെ 3 ഗോൾ മാത്രമേ അദ്ദേഹം സ്പാനിഷ് കുപ്പായത്തിൽ അടിച്ചിട്ടുള്ളൂ. അത് ശരിയാണ്, നമുക്കറിയാം പെഡ്രി ഡീപ്പറായിട്ട് ഒരുപാട് മത്സരത്തിൽ ഇൻവോൾവ് ചെയ്യുന്ന തരത്തിലുള്ള ചങ്ങയാണ്, കാര്യങ്ങൾ കൺട്രോൾ ചെയ്യുന്ന തരത്തിലുള്ള ചങ്ങയാണ്. പക്ഷേ ഞാൻ വിശ്വസിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഗെയിമിൽ ഗോളുകൾ കൂടി ഉണ്ടെന്ന് തന്നെയാണ്. അത്തരത്തിൽ ഗോൾ അടിക്കാൻ പറ്റുന്ന തരത്തിലുള്ളൊരു പ്ലെയർ തന്നെയാണ് പെഡ്രി. അത് ചിലപ്പോൾ നമ്മൾ ആ ഒരു വേർഷൻ അടുത്ത സീസണിൽ ഹാൻസി ഫ്ലിക്കിൻ്റെ കീഴിൽ കാണാനുള്ളൊരു സാധ്യതയുണ്ട്. ശരിയാണ്, ഡീപ്പറായിട്ട് അദ്ദേഹം കാര്യങ്ങൾ കൺട്രോൾ ചെയ്യുന്ന രീതി, അദ്ദേഹം ബോളിങ്ങനെ ഗ്ലൈഡ് ചെയ്ത് കൊണ്ടുപോകുന്ന രീതി, അദ്ദേഹം ആ ബോളിനെ എത്ര മനോഹരമായിട്ടാണ് കെയർ ചെയ്യുന്നത്, ഇതൊക്കെ ബ്യൂട്ടിഫുൾ ആയിട്ട് സംഭവമാണ്. പക്ഷേ അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന് ഗോളുകൾ കൂടി കൂടുതൽ കണ്ടെത്താൻ സാധിക്കും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അദ്ദേഹം കൂടുതൽ ഷൂട്ട് ചെയ്യണം. ആ ഫൈനൽ തേർഡിൽ അദ്ദേഹത്തിൻ്റെ ഇമ്പാക്റ്റ് വർദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അത് വർദ്ധിക്കും തന്നെയാണ്. കാരണം വെച്ചാൽ അങ്ങനത്തെ ക്വാളിറ്റി ഉണ്ട് അദ്ദേഹത്തിന് ഓൺ ദ ബോൾ. ഈവൻ ബോൾ സ്ട്രൈക്കിങ്ങിലും എബിലിറ്റി ഉണ്ട് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൂടി ആയിക്കഴിഞ്ഞാലുണ്ടല്ലോ എന്താ പറയേണ്ടത്. എന്തായാലും അങ്ങനെ ഇനി അതില്ലെങ്കിൽ വല്ല പ്രശ്നമുണ്ടോ? ഇപ്പം തന്നെ ഒരുപാട് ഗോളുകളൊന്നും ഇല്ലാതെ തന്നെ വല്ലാത്ത രീതിയിൽ ഇമ്പാക്റ്റ് ചങ്ങായി ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞു വരുന്നത് ആ ഗോളുകൾ കൂടി വന്നാലുള്ള അവസ്ഥയാണ്. 4-0 ആയിരിക്കുകയാണ് 56 മിനിറ്റ് ആയപ്പോൾ. പിന്നെ ഉടനെ തന്നെ 58ാമത്തെ മിനിറ്റിൽ സ്പെയിൻ പെനാൽറ്റി കൺസീഡ് ചെയ്യുന്നു. അത് പെഡ്രോ പോറോ ഡിഫെൻസീവ്ലി ഇത്തിരി വൾണറബിൾ ആയിട്ടുള്ളൊരു പ്ലെയറാണ്, നമുക്കറിയുന്നതാണ്. സ്പേഴ്സിൻ്റെ ഉപാധി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവിടെ എംബാപ്പെ ബോക്സിലേക്ക് കടന്നു പോകുമ്പോൾ എംബാപ്പയെ പിടിച്ച് വീഴ്ത്തുന്നു. അത് പെനാൽറ്റിയാണ്. അതേ തന്നെ പെനാൽറ്റി കൺവേർട്ട് ചെയ്യുന്നു. എന്ത് പ്രഷർ എംബാപ്പയ്ക്ക്, എന്ത് പ്രഷർ, നോ പ്രഷർ. 4-1 ആക്കുകയാണ്. പിന്നെ ഡെംബേലെ പെഡ്രിയെ മറികടന്ന് പോയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. അനായാസമായിട്ട് പെഡ്രിയെ ബീറ്റ് ചെയ്തു ചങ്ങായി, ബ്യൂട്ടിഫുള്ളായിട്ട്. ആ ഷോൾഡർ ഡ്രോപ്പിൽ പെഡ്രിയെ ബീറ്റ് ചെയ്ത് പോയതിന് ശേഷം ആൾ ഡെസിരി ഡുവനെ പിക്ക് ചെയ്തു. ലെഫ്റ്റിലൂടെ റൺ ചെയ്യുന്ന ഡെസിരി ഡുവ എന്നിട്ട് നല്ലൊരു ഷോട്ട് അൺലീഷ് ചെയ്തു. പക്ഷേ അത് പുറത്ത് പോയി. ഡെഷോംസ് ആകെ ഡിസപ്പോയിൻറ്റഡ് ആയിരുന്നു. കാരണം അവിടെ ടാർഗറ്റിലേക്ക് അടിക്കുന്നതാണ് അദ്ദേഹം വിചാരിച്ചിട്ടുണ്ടായിരുന്നത് ഡെസിരി ഡുവയുടെ എബിലിറ്റി കൺസിഡർ. പക്ഷേ ഡെംബേലേഗൻ പെഡ്രി അവിടെ മറികടന്ന് പോയിട്ടുള്ള ആ രീതി, അത് ഈസി ഓൺ ദ ഐസ് ആയിരുന്നു. പിന്നെ മറ്റൊരു സംഭവം, ഈ പെഡ്രിയുടെ തന്നെ ഫസ്റ്റ് ഹാഫിൽ മറ്റൊരു മൊമെൻറ്റിൽ അദ്ദേഹം പൊസിഷൻ നഷ്ടപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ, സ്പെയിനിൻ്റെ ഹാഫിൽ. അതിൽ നിന്ന് ഡെംബേലെ ഒരു അറ്റംപ്റ്റ് നടത്തിയിട്ടുണ്ടായിരുന്നു. അത് ഉനായ് സിമോണാണ് സേവ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് ഗോളായിരുന്നെങ്കിൽ ഒരു ഡയറക്റ്റ് പെഡ്രിയുടെ മിസ്റ്റേക്കിൽ നിന്ന് വരേണ്ട ഒരു സംഭവമായി പോയനെ. പെഡ്രിയെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ നമ്മൾ ഉള്ള സംഭവങ്ങൾ പറയണമല്ലോ, അതാണല്ലോ കാര്യമുള്ളത്. പിന്നെ എന്താ സംഭവം വെച്ചാൽ 63ാമത്തെ മിനിറ്റിൽ ചേഞ്ചസ് വരുത്താനുള്ള തീരുമാനമെടുത്തു. ട്രിപ്പിൾ ചേഞ്ചസ് വരുത്താനുള്ള തീരുമാനമെടുത്തു ഡെഷോംസിൻ്റെ കയ്യിൽ ഇരിക്കുന്ന പ്ലേയേഴ്സ് ഇമാതിരി ക്വാളിറ്റി ഉള്ളവന്മാരാണ്. എത്ര എണ്ണത്തിന് വേണമെങ്കിലും ഇറക്കി വിടാൻ പറ്റും. അപ്പോൾ ആരൊക്കെയാണ് വരുന്നത് വെച്ചാൽ ഡുവേനെ പിൻവലിച്ചിട്ട് ബാർക്കോളെ കൊണ്ടുവരുന്നു. ആ ലെഫ്റ്റ് സൈഡിൽ അദ്ദേഹം കളിക്കുന്നു. ചെറുക്കി വരുന്നു ഒലീസയ്ക്ക് പകരമായിട്ട്. ഒലീസയ്ക്ക് കാര്യമായിട്ടൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല മത്സരത്തിൽ. കാരണം ആളൊരു സെൻട്രൽ ഏരിയയിലാണ് കൂടുതലും കളിക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ എന്താ പറയുക, ഈ 4 പേരും കൂടിയിട്ട് ഒരു റിതം ഉണ്ടായിരുന്നില്ല, ഒരു സിങ്ക് ഉണ്ടായിരുന്നില്ല. നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടതുള്ള സംഭവം, സ്പെയിൻ ഒരു പ്രോപ്പർ ടീമായിട്ട് കളിക്കുമ്പോൾ
ഈ ഫ്രഞ്ച് സൈഡ് എന്ന് പറഞ്ഞാൽ ഒരുപാട് പിന്നെ ഗ്രേറ്റ് ഇൻഡിവിജ്വൽ പ്ലെയേഴ്സുള്ള ഒരു സൈഡാണ്. പക്ഷേ അവർക്കൊരു ടീമായിട്ട് പ്രവർത്തിക്കാൻ സാധിക്കുന്നില്ല. അപ്പോൾ ആ രീതിയിൽ അവർ ടീമാക്കി മാറ്റേണ്ടതാണ് ഡെഷോംസിൻ്റെ പണിയുള്ളത്. അങ്ങനെ പിന്നെ ഗുസ്തോ വരുന്നു കലൂരിന് പകരമായിട്ട്. കലൂർ നന്നായിട്ട് ഇടങ്ങറായിട്ടുണ്ടായിരുന്നു. ഗുസ്തോ വരുന്നു. ഈ ഒരു അവസരത്തിൽ തന്നെ സ്പെയിൻ ചേഞ്ചസ് വരുത്തിയിരുന്നു. സ്പെയിൻ വരുത്തിയുള്ള ചേഞ്ചസ് ഡാനി ഓൾമോ കൊണ്ടുവരുന്നു, മറ്റൊരു ബാഴ്സലോണ പ്ലെയറാണ്. ആർക്ക് പകരം? നീക്കോക്ക് പകരം പെഡ്രീനെയും പിൻവലിക്കുന്നു, ഫാബിയൻ റൂയിസിനെ കൊണ്ടുവരുന്നു. ഇതിലെന്ന് വെച്ചാൽ നീക്കോ വില്യംസ് ആ ലെഫ്റ്റ് സൈഡിൽ നല്ല ഇമ്പാക്ട് ഉണ്ടാക്കുന്നുണ്ടായിരുന്നു, വിഡ്ത്ത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരുന്നു, വിങ് പ്ലേ ഇതിന് ഫാന്റാസ്റ്റിക് ആയിരുന്നു. പക്ഷേ ഡാനി ഓൾമോ വന്നിട്ട് നേരെ ലെഫ്റ്റ് സൈഡിലാണ് കളിച്ചിട്ടുണ്ടായിരുന്നു. അത് ഈ മത്സരത്തിൽ കാര്യമായിട്ടുള്ളൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിരുന്നതാണ്, ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ്. ശരിയാണ്, പലരും പറയുന്നത്, പലരും ഒരു ഈസി അനാലിസിസ് നടത്തുന്നത് പെഡ്രി മിഡ്ഫീൽഡിൽ നിന്ന് പോയി ചെർക്കി അവിടെ ഫ്രഞ്ച് സൈഡിലേക്ക് വന്നു, അതോട് കൂടിയിട്ട് കളി മാറി എന്നുള്ളതാണ്. ആ പെഡ്രിയെ അവിടെ നിന്ന് എടുത്ത് കളഞ്ഞത് വലിയൊരു തെറ്റായിരുന്ന രീതിയിൽ കാര്യങ്ങൾ പറയുന്നുണ്ട്. പക്ഷേ നീക്കോ വില്യംസ് പോയതാണ് ഏറ്റവും വലിയ തോതിൽ ഇമ്പാക്റ്റ് സ്പെയിനിൽ ഉണ്ടാക്കിയിട്ടുള്ളത്, നെഗറ്റീവ് ഇമ്പാക്റ്റ് സ്പെയിനിൽ. ഡിഫൻഡ് ആ ചേഞ്ചസ് ഒക്കെ വരുത്തിയിട്ടുണ്ടായിരുന്നു, കളി ജയിച്ചു എന്ന് വിചാരിച്ചുകൊണ്ടാണ്. അപ്പോൾ അതിൽ പെഡ്രിയെ പിൻവലിച്ചത് ഒരു പ്രശ്നമായി സ്പെയിനെ സംബന്ധിച്ചിടത്തോളം. പക്ഷേ പെഡ്രിയേക്കാൾ പ്രശ്നമായത് നീക്കോയെ പിൻവലിച്ചതാണെന്നുള്ളതാണ് ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. അതോടൊപ്പം തന്നെ എന്താണ്, ഈ വലിയ തോതിൽ ലീഡ് എടുത്തപ്പോൾ ആ ഒരു കോംപ്ലിസൻസി ഈ ഒരു സ്പാനിഷ് സൈഡിൽ വന്നിട്ടുണ്ടായിരുന്നു. ഒപ്പം ബാർക്കോളയുടെ പേസ്, ഗുസ്തോയുടെ പേസ്, പിന്നെ ചെർക്കിയുടെ ഇൻ്റലിജൻസ്, ചെർക്കിയുടെ ആ ഒരു ഫ്രീഡം ചെർക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. റോം ചെയ്യാനുള്ള ഫ്രീഡം ഡെഷോംസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ രീതിയിൽ ലെഫ്റ്റ് ഹാഫ് സ്പേസിൽ അദ്ദേഹം നിൽക്കുന്നുണ്ടായിരുന്നു, റൈറ്റ് ഹാഫ് സ്പേസിൽ അദ്ദേഹം നിൽക്കുന്നുണ്ടായിരുന്നു, സെൻട്രലിൽ അദ്ദേഹം നിൽക്കുന്നുണ്ടായിരുന്നു. ആ രീതിയിൽ റോം ചെയ്തിട്ട് പ്രോപ്പർ 10നെ പോലെ ചങ്ങായി കളിക്കുന്നുണ്ടായിരുന്നു. ആ രീതിയിൽ ചങ്ങായി ആ പോക്കറ്റ് ഓഫ് പിന്നെ സ്പേസിലേക്ക് നിന്നിട്ട് വലിയ രീതിയിലുള്ള ഇമ്പാക്ട് ഉണ്ടാക്കും നമ്മൾ കണ്ടു. അപ്പോൾ എന്താണ്, ഒന്ന് സ്പെയിനിൻ്റെ എനർജി കുറഞ്ഞു, കാരണം ആ ലെഫ്റ്റ് സൈഡിലൂടെ പിന്നെ കാര്യമായിട്ട് ഒന്നും സംഭവിച്ചിട്ടില്ല. അപ്പോൾ എന്താ, ഗുസ്തോക്ക് ഒരു ഫ്രീ റൺ റൈറ്റ് വിങ്ങിലൂടെ നടത്താൻ സാധിക്കുന്നുണ്ടായിരുന്നു. ഡാനിയൽ മക്ക് അദ്ദേഹത്തെ പിടിച്ചാൽ കിട്ടുന്നുണ്ടായിരുന്നില്ല. നീക്കോ വില്യംസ് കൊടുക്കുന്ന തരത്തിലുള്ള ഒരു ട്രാക്ക് ബാക്കിങ് അദ്ദേഹത്തിന് കൊടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പിന്നെ ബാർക്കോയുടെ പേസ് വാസ് എക്സെപ്ഷണൽ. അത് പെഡ്രോ പോറൊക്കെ ശരിക്കും പ്രശ്നം ഉണ്ടാക്കി. ലെമിൻ യമാൽ ഡിഫെൻഡ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു, പക്ഷേ ബാർക്കോള ഫാന്റാസ്റ്റിക് ആയിട്ടുള്ള ഒരു അഡീഷൻ ആയിരുന്നു. ഈ പറഞ്ഞ പോലെ ചെർക്കിയുടെ ഇമ്പാക്റ്റ്. ഒപ്പം എംബാപ്പെ അദ്ദേഹത്തിൻ്റെ ഗെയിം റേസ് ചെയ്തു, ഡെംബേലെ അദ്ദേഹത്തിൻ്റെ ഗെയിം റേസ് ചെയ്ത് നമ്മൾ കണ്ടു. ഫാബിയൻ റൂയിസും ഒക്കെ വന്നിട്ട് ആ ഒരു മിഡ്ഫീൽഡ് കൺട്രോൾ എടുക്കാനുള്ള ശ്രമമാണ് നടത്തിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ എന്താണ്, ഫാബിയൻ റൂയിസിൻ്റെ മത്സരത്തിൻ്റെ പേസ് അങ്ങോട്ട് കിട്ടിയില്ല. പെഡ്രി ഓൾറെഡി ആ പേസൊക്കെ മനസ്സിലാക്കി കളിക്കുകയായിരുന്നു. അപ്പോൾ പെഡ്രിയെ മാറ്റിയതിലുള്ള ഒരു ഇമ്പാക്ട് നമ്മൾ കൃത്യമായിട്ട് കാണുന്നുണ്ട്. കാരണം ഓൺ ദ ബോൾ പെഡ്രി കൊടുക്കുന്ന ഒരു സെക്യൂരിറ്റി, ഫാബിയൻ റൂയിസ് എക്സെപ്ഷണലായിട്ട് കളിക്കുന്ന തരത്തിലുള്ള പ്ലെയറാണ്. പക്ഷേ ആൾക്ക് ഈ മത്സരത്തിൽ ഒരു ഇമ്പാക്ട് ഉണ്ടാക്കാൻ സാധിച്ചില്ല, ആ ഒരു പേസ് മനസ്സിലാക്കാൻ സാധിച്ചില്ല. ഫ്രാൻസ് കുറേ കൂടി ബെറ്ററായിട്ട് ഫ്രണ്ടിൽ വന്നിട്ട് പ്രസ് ചെയ്യുന്നു. അങ്ങനെ ആ രീതിയിൽ അവരുടെ എനർജി കൂടി, ആ ഒരു ഹ്യൂമിലിയേഷൻ അവർക്ക് താങ്ങാവുന്നതിലപ്പുറമായിരുന്നു. അപ്പോൾ ആ ഹ്യൂമിലിയേഷൻ എങ്കിലും തടുക്കണം എന്നുള്ള രീതിയിൽ തന്നെയാണ്. പക്ഷേ ഇങ്ങനെയൊക്കെ ഇരിക്കുമ്പോൾ തന്നെ എന്താണ്, ഈ സബ്ബൊക്കെ ഇറക്കിയ സാധ്യത തന്നെ സ്പെയിൻ 5ാമത്തെ ഗോൾ അടിച്ചു. അതിൽ സുബിമെൻറ്റിയുടെ ലോങ് ബോൾ ഉണ്ട്, അതൊരു ഫാന്റാസ്റ്റിക് ബോളായിരുന്നു. സുബിമെൻറ്റി ആ ഒരു ഹാഫ് വേ ലൈനിൽ നിന്ന് വളരെ സെക്യൂർ ആയിട്ടുള്ള പാസ് കൊടുക്കുന്ന ഒരാളാണ്. പക്ഷേ ഇങ്ങനത്തെ ഓപ്പർച്യൂണിറ്റി കഴിഞ്ഞാൽ ആ ഒരു ബോൾ അദ്ദേഹം കൊടുക്കും. പെഡ്രോ പോറക്കാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. പെഡ്രോ പോറയുടെ ഫസ്റ്റ് ടച്ച് ലെമിൻ യമാലിനെ അദ്ദേഹം റിലീസ് ചെയ്ത് ആ ബോൾ വാസ് ബ്യൂട്ടിഫുൾ. ലെമിൻ യമാൽ എന്നിട്ട് അവിടെ നിന്ന് പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ആ ഒരു ഫിനിഷ് ഉണ്ടല്ലോ, നമുക്കറിയാം അദ്ദേഹം പിന്നെ അദ്ദേഹത്തിൻ്റെ വീക്കർ ഫുട്ടാണ് റൈറ്റ് ഫുട്ട്. അവിടെ ഞാൻ ആദ്യം കണ്ടപ്പോൾ റൈറ്റ് ഫുട്ട് വേണം ഫിനിഷ് ചെയ്തതാണ് കരുതിയിട്ടുണ്ടായിരുന്നു. അല്ല, പിന്നെ നമ്മൾ ക്ലോസ്ലി വാച്ച് ചെയ്യുമ്പോഴാണ് അദ്ദേഹം തൻ്റെ സ്ട്രോങ്ങർ ലെഫ്റ്റ് ഫുട്ട് കൊണ്ട് അത് തള്ളി വലയിലേക്കാക്കിയെന്നുള്ളത്. അത് അവിടെ ബ്യൂട്ടിഫുള്ളായിട്ടാണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു പിന്നെ ലെഫ്റ്റ് ഫുട്ട് ഞങ്ങൾ യൂസ് ചെയ്തത്. മൈലിനെ സംബന്ധിച്ചോളം അദ്ദേഹം എന്താ പറയുക, ഫ്ലാറ്റ് ഫുട്ടഡായി. ആ രീതിയിൽ അദ്ദേഹം അറ്റംപ്റ്റ് നടത്തിയപ്പോൾ അഗെയിൻ എന്താണ്, ലോങ്ലേ ആയിരുന്നു കൂടെ. ലോങ്ലേക്കൊന്നും ലെമീനൊന്നും പിടിച്ചാൽ കിട്ടില്ല, നോക്കിയിട്ട് കാര്യമില്ല. അങ്ങനെ ലെമീൻ എന്നിട്ട് അവിടെ പോയിരുന്നിട്ട് ഇങ്ങനെ പരസ്യം പോകുന്ന സാധനം എന്നാണ് ഞാൻ ഇപ്പോഴും പറയാറുള്ളത്. ആ പരസ്യം പോകുന്ന സാധനത്തിന് മേലെ പോയിട്ട് ഇങ്ങനെ സെലിബ്രേറ്റ് ചെയ്യുക, ഇങ്ങനെ ഇരുന്നിട്ട് സെലിബ്രേറ്റ് ചെയ്യുക. ഒരു രക്ഷയില്ലാത്ത ഗോൾ, 2 ഗോളാണ് ഇപ്പോൾ സെമി ഫൈനൽ അടിച്ചിട്ടുള്ളത്. ബിഗ് ഗെയിം പ്ലെയറാണ് ലെമീൻ യമാൽ, കാര്യത്തിൽ സംശയം വേണ്ട. 5-1. പക്ഷെ പിന്നെ നമ്മൾ കാണുന്നത് വെച്ചാൽ ലൂക്ക് ഹെർണാണ്ടസിനെ കൊണ്ടുവന്നു ലോങ്ലേക്ക് പകരമായിട്ട്. അത് നല്ലൊരു ചേഞ്ച് ആയിരുന്നു. ലോങ്ലെ ദുരന്തമായിരുന്നു. ചെർക്കിയുടെ ഒരു ബോൾ ഉണ്ടായിരുന്നു ആ ലെഫ്റ്റ് ഹാഫ് സ്പേസിൽ നിന്ന്. ഡെംബേലെ അത് പ്രതീക്ഷിച്ചു പോലും കേട്ടോ. പക്ഷേ അവിടെ 8 സ്പാനിഷ് പ്ലേയേഴ്സിനെ ബീറ്റ് ചെയ്യുന്ന തരത്തിലുള്ള ആ ഒരു ത്രൂ ബോളാണ് കൊടുത്തത് ചെർക്കി ആ റൈറ്റ് സൈഡിലേക്ക്. ഡെംബേലെ എന്നിട്ട് പ്രതീക്ഷയില്ലെങ്കിലും അദ്ദേഹം അതിലേക്ക് എത്തി. നോമാൻസ് ലാൻഡിലായിരുന്നു ഉനായ് സിമോൺ, ആ ബോൾ പിടിക്കാനായിട്ട് കാര്യം വന്നു, രക്ഷ. ഡെംബേലെ അത് അടിച്ചു ഡിഫിക്കൽട്ട് ആംഗിൾ, പക്ഷേ അത് പോസ്റ്റിൽ തട്ടി പോകുന്നൊരു കാര്യമാണ് കണ്ടത്. പക്ഷേ അവിടെയുള്ള ചെർക്കിയുടെ ബോൾ വാസ് ഒരു രക്ഷയുണ്ടായിരുന്നില്ല. പിന്നെ വിവിയനെയും സാമുവിനെയും കൂടി ഇൻട്രൊഡ്യൂസ് ചെയ്തു. സാമു മൊറഡിയോൻ ചെൽസി നോക്കിയിട്ടുണ്ടായിരുന്ന സമയത്ത് ചങ്ങായി സ്ട്രൈക്കറായിട്ട് വരുന്നു, പകരമായിട്ട് വിവിയൻ ഡിഫൻസിൽ വരുന്നു ലെനോർമാന് പകരമായിട്ട്. 78ാമത്തെ മിനിറ്റിൽ ചെർക്കിയുടെ ആ ഒരു വണ്ടർ സ്ട്രൈക്ക് നമ്മൾ കാണാണ്. എംബാപ്പെ ലെഫ്റ്റ് ഹാഫ് സ്പേസിൽ നിന്ന് അദ്ദേഹത്തെ ക്ലോസ് ഡൗൺ ചെയ്യുന്നില്ല ആരും. അദ്ദേഹം ആ ബോക്സിൻ്റെ സെൻറ്ററിൽ നിൽക്കുന്ന റയാൻ ചെർക്കിയിലേക്ക് കൊടുക്കുന്നു. അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് എത്തിയപ്പോൾ ബോൾ ഒരു ടച്ചിലുകൊണ്ട് ഉയർന്നു, ലെഫ്റ്റ് ഫുട്ട് കൊണ്ട് ഒരു വോളി അടിക്കുന്നു. വാട്ട് എ സ്ട്രൈക്ക്! തൻ്റെ ഇൻ്റർനാഷണൽ കരിയറിലെ ആദ്യത്തെ ഗോളാണ്, ആദ്യത്തെ മത്സരത്തിൽ, അതും ഇമ്മാതിരി ഗോൾ. വാട്ട് എ ഗോൾ മാൻ, വാട്ട് എ ഗോൾ! അതിനുശേഷം പിന്നെ തെയോ ഹെർണാണ്ടസ് ലെമിൻ യമാൽ അഗെയിൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. നീക്കോ ഇല്ല, അതൊരു പ്രശ്നമുണ്ട്.
പെഡ്രി ഇല്ല, അതൊരു പ്രശ്നമുണ്ട്. പക്ഷേ ലെമീൻ ഒറ്റയ്ക്ക് ബോളുമായിട്ട് ഡ്രിബിൾ ചെയ്ത് പോയാലുള്ള ശ്രമം നടത്തുകയാണ്, ഡിഫൻസിന് അറ്റാക്കിലേക്ക് നീക്കാനുള്ള ശ്രമം നടത്തുകയാണ്. പക്ഷേ അദ്ദേഹത്തെ പിടിച്ച് വലിച്ച് റഗ്ബി ടാക്കിൾ നടത്തുന്ന സാഹചര്യം വന്നു. പോവല്ലേ മോനെ എന്നുള്ള രീതിയിൽ തിയോ ഹെർണാണ്ടസ് പിടിച്ച് വെച്ചിട്ട് ആൾ ഒരു യെല്ലോ കാർഡ് പിടിച്ചിട്ടുണ്ട്. ഇതേപോലെ തന്നെ ലെമീൻ യമാലിന് ഫസ്റ്റ് ഹാഫിൽ ഒരു യെല്ലോ കിട്ടിയിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ആ ഒരു ട്രാക്ക് ബാക്കിൻ്റെ ഭാഗമായിട്ട് ഈ ഡെസീരി ഡുവെ ബോളുമായിട്ട് പോകുമ്പോൾ അദ്ദേഹത്തിന് പുറകിൽ വന്നിട്ട് ചാലഞ്ച് ചെയ്തിട്ട് അത് സിനിക്കൽ ചാലഞ്ചാണ്, യെല്ലോ കൊടുക്കേണ്ട തരത്തിൽ സംഭവമാണ്. പക്ഷേ ഇവിടെ തിയോക്ക് കിട്ടുന്നു. പിന്നെ 83-ാമത്തെ മിനിറ്റിൽ 3ാമത്തെ ഗോൾ അടിക്കുകയാണ് ഫ്രാൻസ്. ഇതിനിടയിൽ ഡെംബേലയെ മാറ്റിയിട്ട് കോലോ മുവാനിയും കൊണ്ടുവന്നിട്ടാണ്. അപ്പോൾ എക്സ്ട്രാ ആ ഒരു പ്രസൻസ് ബോക്സിൽ ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ്. ആ രീതിയിൽ ആ ഒരു ഏരിയൽ എബിലിറ്റി വേണമല്ലോ, ബാക്കിയുള്ളവർക്കൊന്നും ആ ഒരു ഏരിയൽ എബിലിറ്റി ഇല്ല. അപ്പോൾ ഏരിയൽ എബിലിറ്റിക്ക്, കാരണം ചെറിയ ആ രീതിയിൽ ബോൾ കൊടുക്കാൻ പറ്റുന്ന പ്ലെയറാണ്, ഏരിയൽ എബിലിറ്റി വേണം. അതിനാണ് കോലോ മുവാനിയെ കൊണ്ടുവന്നത്. മാത്രമല്ല ഈ ബാർക്കോല വന്ന ഉടനെ തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു വോളി അറ്റംപ്റ്റ് കണ്ടിട്ടുണ്ടായിരുന്നു നമ്മൾ, കോർണർ എന്നുള്ള അദ്ദേഹത്തിൻ്റെ അറ്റംപ്റ്റ്, അതൊക്കെ ഫാന്റാസ്റ്റിക് അറ്റംപ്റ്റ് ആയിരുന്നു. അത് ഗോളായില്ല, പക്ഷേ ആ രീതിയിൽ ബാർക്കോല ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞ സംഭവം തന്നെയാണ്. അപ്പോൾ ഈ ചെറുക്കിയുടെ ഇത്തവണ റൈറ്റ് ഹാഫ് സ്പേസിൽ നിന്ന് ഈ ഗുസ്തോയുടെ റണ്ണ് അദ്ദേഹം പിക്ക് ചെയ്തിട്ടുള്ള രീതി, ആ പാസ്, വാവ് മാൻ. അഗെയിൻ അതിന് അസിസ്റ്റ് ഒന്നും കിട്ടില്ല, പക്ഷേ അദ്ദേഹമാണ് അത് ക്രിയേറ്റ് ചെയ്യുന്നത്. കാരണം വെച്ചാൽ ഗുസ്തോ റൈറ്റ് സൈഡിൽ നിന്ന് ക്രോസ് കൊടുത്തപ്പോൾ അത് വിവിയൻ ഓൺ ഗോൾ അടിക്കാൻ നമ്മൾ കണ്ടു. വിവിയൻ അടിച്ചിട്ടില്ലെങ്കിൽ വിവിയൻ്റെ പുറകിൽ എംബാപ്പെ ലോക്ക് ചെയ്ത് നിൽക്കുന്നത്, എംബാപ്പെ അടിച്ചേനെ. പക്ഷേ അഗെയിൻ വാട്ട് എ ബോൾ ഫ്രം ടർക്കി, ദാറ്റ് വാസ് ക്രിയേറ്റ് ചെയ്യാണ്, അങ്ങനെ നിന്നിട്ട് ക്രിയേറ്റ് ചെയ്യാണ്, ഇങ്ങനെ നിൽക്കുകയാണ്, നിന്നിട്ട് ആ ബോൾ അദ്ദേഹം കൊടുത്തുള്ള രീതി അവിടെ ഓൾമോ ബെറ്ററായിട്ട് ട്രാക്ക് ബാക്ക് ചെയ്യണമായിരുന്നു. പക്ഷേ ഗുസ്തോക്ക് പേസ് ഉണ്ട്. ഞാൻ പറഞ്ഞത് നീക്കോ വില്യംസിനെ അവിടെ നിർത്തോട് പിടിച്ച് അത് പണി കിട്ടി സ്പെയിൻ അംശം. പിന്നെ അവർ കുറച്ചുകൂടെ ഞാൻ പറഞ്ഞല്ലോ ഈസിയായി, കാരണം ആ ജാതി ലീഡ് ഉണ്ടായിരുന്നല്ലോ. ഇത് 5-3 ഇപ്പോൾ ഒന്ന് ഇടക്കർ പിടിച്ച സമയമാണ്. അതിനിടയിൽ ഷാമുവിൻ്റെ ആ ഒരു റണ്ണിങ് ബിഹൈൻഡ് നമ്മൾ കണ്ടായിരുന്നു, അതിൻ്റെ ഷോട്ട് മൈനൻ സേവ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു ലോങ് ബോൾ ബാർക്കോളയ്ക്ക് കൊടുത്തത്, അത് ബ്യൂട്ടിഫുൾ ലോങ് ബോളായിരുന്നു. ബാർക്കോള അതിലേക്ക് എത്തി. അങ്ങനെ ബാർക്കോള ലെഫ്റ്റിലൂടെ റൺ ചെയ്യാണ്, ബാർക്കോള കട്ട് ബാക്ക് കൊടുക്കുന്നു. കോലോ മുവാനിയുടെ അറ്റംപ്റ്റ് മുകളിലേക്ക് പോയി, ബാറിന് മുകളിലൂടെ പോയി. ഡെഷാംസ് ശരിക്കും ഫ്രസ്ട്രേറ്റ് ആയിരുന്നു, കാരണം അത് അറ്റ്ലീസ്റ്റ് ടാർഗറ്റിലേക്ക് അടിക്കണമായിരുന്നു കോലോ മുവാനി, അതൊന്നും സാധിച്ചില്ല. പിന്നെ ഈ 4ാമത്തെ ഗോൾ എങ്ങനെയാണ്, ഇഞ്ചുറി ടൈം 5 മിനിറ്റാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതിൽ ഇത്തിരി സ്റ്റോപ്പേജും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ചെർക്കിയുടെ ആ ഒരു റൈറ്റ് വിങ്ങിൽ നിന്ന് അദ്ദേഹം ഒന്ന് കട്ടിൻ സൈഡ് ചെയ്തിട്ട് അവിടെ കുക്കറിയൊക്കെ അദ്ദേഹത്തെ തടുക്കാൻ സാധിച്ചില്ല. എന്നിട്ട് തൻ്റെ ലെഫ്റ്റ് ഫുട്ടും ഉണ്ട് ആ ബോക്സിലേക്ക് ആ ബ്യൂട്ടിഫുൾ ക്രോസ് കൊടുത്തപ്പോൾ കോലോ മുവാനി അവിടെ ഹെഡ് ചെയ്യാനുണ്ടായി. കോലോ മുവാനി ഹെഡ് ചെയ്ത് ഗോളാക്കുന്ന ഏരിയൽ പ്രസൻസ് അവിടെ ആവശ്യമുണ്ടായിരുന്നു. ആ ഏരിയൽ പ്രസൻസ് കോലോ മുവാനി കൊടുക്കാൻ സാധിച്ചു. 5-4 ഇനി 1.5 മിനിറ്റേ ബാക്കിയുള്ളൂ. ആ 1.5 മിനിറ്റ് കഴിഞ്ഞു. പിന്നെ 6 മിനിറ്റ് ആവുന്ന കാര്യത്തിലാണത് വിളിച്ചിട്ടുണ്ടായിരുന്നത് ക്ലാറ്റൻബർഗ്. ആ ഒരു ഫൈനൽ ബേസിൽ എംബാപ്പെ ക്ലാറ്റൻബർഗിനോട് പോയി ചോദിക്കുന്നുണ്ട്, സമയം ഇനി ഇല്ല എന്നുള്ള രീതിയിൽ. അപ്പോൾ വാച്ച് നോക്കിയിട്ട് കാണിച്ചു കൊടുക്കുന്നുണ്ട് ചങ്ങായി. എംബാപ്പെ വാച്ചൊക്കെ നോക്കുന്നുണ്ട്, റഫറിയുടെ വാച്ചൊക്കെ നോക്കുന്നുണ്ടായിരുന്നു. എന്തായാലും ആ ഒരു ഫൈറ്റ് ബാക്ക് ഫ്രാൻസ് കാഴ്ചവെച്ചതിൽ ഡെഷാംസ് ഹാപ്പി ആയിരിക്കും. ഡെഷാംസ് രക്ഷപ്പെട്ടു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. ഡെഷാംസിന് ആരും സാക്കിയൊന്നുമില്ല. പക്ഷേ ഡെഷാംസ് അവിടെ നിന്ന് പോകേണ്ട സമയമായിട്ടുണ്ടായിരുന്നതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. പക്ഷേ അഗെയിൻ കഴിഞ്ഞ വേൾഡ് കപ്പിൻ്റെ ഫൈനലിലേക്ക് ടീമിനെ കൊണ്ടെത്തിക്കാൻ സാധിച്ചു അറ്റ്ലീസ്റ്റ്. പക്ഷേ ആ യൂറോ കഴിഞ്ഞപ്പോഴെങ്കിലും അദ്ദേഹം മാറണമായിരുന്നു. സിദാൻ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും വരണമായിരുന്നു. സിദാൻ അതിനായിട്ടാണ് വെയിറ്റ് ചെയ്തിരിക്കുന്നതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. പക്ഷേ ഡെഷാംസ് ആയതുകൊണ്ട് നമുക്കൊന്നും പറയാൻ പറ്റില്ല. ഡെഷാംസ് ചിലപ്പോൾ ഒരു സൊല്യൂഷൻ കണ്ടെത്തിയെന്നും വരാം. പക്ഷേ എന്താണ്, ഒരു രക്ഷയില്ലാത്ത സ്ക്വാഡാണ്, എമ്മാതിരി പ്ലെയേഴ്സാണ്. പക്ഷേ ആൾ ഈ റാബിയോയിലേക്കുള്ള ഒബ്സഷനൊക്കെ ഒന്ന് മാറ്റേണ്ടതായിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ കൊടുത്ത് മനുഷ്യ അധ്യായത്തിൽ നമുക്ക് കാണാം. ഗുഡ് ബൈ.